വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. जल्दी से जल्दी आने वाला प्रभु यीशु मसीह के नाम में सभी पवित्र जनों को प्रेम का वंदना. ഒരു പുനരുത്ഥാന ദിവസം കൂടി നമുക്ക് ഈ നിലയിൽ കൂടി വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് കൃപ നൽകിയതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. मैं प्रभु को धन्यवाद देना चाहता हूँ कि प्रभु ने और एक बार फिर से हमें एक और पुनरुत्थान का दिन दिया और ये मौका दिया कि हम सब लोग इकट्ठा हुए. മറ്റുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇതിനെ പരസ്പരം കാണാൻ കഴിയുന്നില്ല എങ്കിലും ഇന്ന് നമുക്ക് ഈ നിലയിലെങ്കിലും ഒന്ന് കാണുവാനും ഇങ്ങനെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് കൃപ നൽകിയതോർത്ത് വീണ്ടും കർത്താവിനെ സ്തുതിക്കുന്നു. भले गया हफ्ते के बाकी दिनों में हमें इस तरह रीति से हमें इकट्ठा होकर मिलने होता नहीं है, तो भी आज का दिन कम से कम प्रभु ने हमें इस रीति में इकट्ठा होकर मिलने के लिए प्रभु ने मौका दिया. इसके लिए मैं धन्यवाद देता हूँ. നിങ്ങളെല്ലാവരും ഓരോ ദിവസത്തെയും സന്ദേശങ്ങൾ കേൾക്കുന്നുണ്ട്, അത് ധ്യാനിക്കുന്നുണ്ട്. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിച്ച് ജീവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. हाँ, एक एक दिन का संदेश आप लोग प्रतिदिन सुनकर उस सुना हुआ वचन को आप ध्यान करते हुए मनन करते हुए प्रभु में बढ़ने का एक अवस्था में आप हो करके मैं विश्वास करता हूँ. നമ്മളെ കേൾപ്പിക്കുന്ന എല്ലാ വചനത്തിനും നമ്മൾ ഉത്തരവാദികളാണ്. हमें सुनने वाला हर एक वचन पर हम जिम्मेदार है. മറ്റനേകരെക്കാളും അധികമായിട്ട് നമുക്ക് ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകുന്നുണ്ട്. हमें बाकी लोगों से भी अधिक ज्यादा वचन को सुनने के लिए प्रभु हमको अच्छा मौका दे रहा है. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഈ അവസരങ്ങളെല്ലാം വിലപ്പെട്ടതാണ്. इसलिए हमें मिलने वाला जो भी मौका और अवसर प्रभु इस तरह तैयार करता है बहुत ही मूल्यवान है. നമ്മൾ ധാരാളം പ്രാപിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ്. हम वचन को ज्यादा प्राप्त कर रहे हैं, ये बोलना ये देखना कितना अच्छी बात है. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ലൂക്കോസ് 12:48 लेकिन लूका 12:48 में प्रभु एक बात कहता है, വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും, जिससे ज्यादा दिया गया उससे ज्यादा मांगेगा, അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും, जो ज्यादा लिया रहेगा प्रभु उससे ज्यादा पूछेगा. ആ ശബ്ദം മറക്കരുതേ. ये शब्द को ना भूलना. നമുക്ക് ദൈവം ധാരാളം തരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മളോട് അതനുസരിച്ച് അതിന്റെ ഒരു കണക്കോടെ ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. तो हमें प्रभु अगर ज्यादा वचन दे रहा है करके ये बात का खुशी अगर है तो ये बात नहीं भूलना कि प्रभु एक दिन नियुक्त किया है जिस पर उस दिन को हमें जितना ज्यादा मिलने के हिसाब से ज्यादा लेखा लेगा. നമുക്ക് ഒരിക്കലും ദൈവത്തിന്റെ വചനം അനുസരിക്കാതെ ഒരു ക്രിസ്തീയ നയിക്കാൻ പറ്റുകയില്ല. हमें प्रभु का वचन को ना मानकर एक मसीह जीवन जी नहीं सकते. ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായും ദൈവവചനത്തിന് നിരക്കുന്നതായ ദൈവവചനം അനുശാസിക്കുന്നതായിട്ടുള്ള നിലയിലുള്ള ഒരു ജീവിതമാണ്. क्योंकि मसीह जीवन बोला तो पूर्ण रीति से संपूर्ण रीति से वचन के आधार पर चलना, वचन को मानकर चलना ही है सच्चा मसीह जीवन. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, യഥാർത്ഥ ശിഷ്യത്വം എന്ന് പറയുന്നാൽ ദൈവവചനത്തിൽ നിലനിൽക്കുന്ന ജീവിതമാണെന്ന് കർത്താവ് യോഹന്നാൻ 8:31-32 വാക്യങ്ങളിൽ പറഞ്ഞു. യോഹന്നാൻ 8:31 और 32 जब आप पढ़ते समय में जॉन चैप्टर 8 वर्स 31-32 में वहां पर प्रभु कहता है कि सच्चा चेलेपन का लक्ष्य वो यही है कि मेरा आज्ञा का पालन करना. അപ്പോൾ ദൈവവചനത്തിൽ നിലനിൽക്കുക, यानी कि प्रभु का वचन में बने रहना. അപ്പോൾ ദൈവവചനത്തിൽ നിലനിൽക്കാതെ നമുക്കൊരു യഥാർത്ഥ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. യഥാർത്ഥ ശിഷ്യനായിരിക്കാത്തതും കാലം ഒരു ക്രിസ്ത്യാനി എന്ന് നമുക്ക് ഒരിക്കലും നമുക്ക് അവകാശപ്പെടാൻ കഴിയും. तो जब तक हम प्रभु के वचन में बना नहीं रहते हम तो सच्चा चेला करके हम बोल नहीं सकते. और यदि अगर सच्चा चेला नहीं है तो एक सच्चा मसीही जीवन हम नहीं जी रहे. Praise the Lord. आमीन. അപ്പോൾ നമുക്ക് ദൈവവചനം ധാരാളമായി ലഭിക്കുന്നു എന്നുള്ളത് തന്നെ എത്ര ഭാഗ്യകരമാണ്. इसलिए प्रभु का वचन ही हमको इतना भरपूरता से मिल रहा है, वो कितना आशीष की बात है. കർത്താവ് രക്ഷിച്ചവരെ എന്ത് ചെയ്തിരിക്കുകയാണ്? നദിക്കരയിൽ തന്നെ, നദിയുടെ അരികത്ത് തന്നെ നട്ടിരിക്കുകയാണ്. हम जानते हैं ना, प्रभु ने जिन जिन लोगों को उद्धार किया है हम एक उस वृक्ष के समान है जो नदी के तट पर ही है. അപ്പോൾ നദിയുടെ അരികിൽ നിൽക്കുന്ന ഒരു വൃക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ചൂട് വരുമെന്നുള്ള കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും നിലയിലോ അതിന് ഭാരപ്പെടേണ്ടതില്ല. കാരണം അതിന് വേണ്ടതെല്ലാം അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. तो नदी में के तट पर रखा बोया हुआ वो पेड़ का खासियत, वो रखा हुआ पेड़ का खासियत क्या है? उसको गर्मी के समय में या और कोई भी परिस्थितियों में घबराने का जरूरत नहीं है, क्योंकि उसको सब बातों का जरूरत है उस जगह पर ही उसको मिलता है. അപ്പോൾ നമുക്ക് ഇന്ന് ജീവജലത്തിന്റെ നദിക്കരിയിലാണ് കർത്താവ് നമ്മളെ നട്ടിരിക്കുന്നത്. ये मैं उसी तरह प्रभु ने हमें वो जीवन का नदी बहने वाला स्रोत का उसके किनारे के तट पर हमें प्रभु ने हमें डाला है. ക്രിസ്തീയ ജീവിതം എത്ര ഭാഗ്യകരമായ ഒരു ജീവിതമാണ്. मसीह जीवन बोलो तो कितना भाग्य से भरा हुआ जीवन है. ഇത് നമ്മുടെ തിരഞ്ഞെടുപ്പിനാൽ ലഭിച്ചതല്ല, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടമാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യാനികൾ. हमने कोई चुनकर आया हुआ बात नहीं है, बल्कि परमेश्वर ने हमें चुनकर एक झुंड बनाया है, वो झुंड है मसीही. അപ്പോൾ ഇന്ന് നമ്മൾ കർത്താവിലായിരിക്കുന്നത്
ഇന്നൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ കഴിയുന്നത് ഇതെല്ലാം നമ്മളോടുള്ള ബന്ധത്തിൽ വളരെ സന്തോഷപ്രദമായ ഒരു കാര്യമാണ്. इसके लिए आज हम लोग मसीह में रहना और एक मसीह बनकर रहने का हमारे विषय में देखा जाए तो बहुत भाग्य और आनंद की बात है. നമുക്കറിയാം ഇന്ന് ഈ ലോകത്തിലെ ഓരോ മതങ്ങളെയും മതക്കാരും ഒക്കെ അറിയപ്പെടുന്നത് അവരൊന്നെങ്കിൽ ഓരോ വേഷത്തിലോ അവരുടെ ചില ആചരണങ്ങളിലോ ഒക്കെയാണ്. तो आज देखो लोगों को जब संसार में जो धर्म के लोगों को देखते समय में वो धर्म का पहचान कैसा होता है, वो लोग ने जो कपड़ा पहना रहेगा, जो वेशभूषा किया रहेगा, या वो लोग कोई रीत रिवाज जो करते हैं उससे हम पहचानते हैं कि ये कौन सा धर्म के है. എന്നാൽ ഒരു ക്രിസ്ത്യാനിയെ തിരിച്ചറിയുന്നതിന്റെ ഒരേ ഒരു ലക്ഷണം കർത്താവ് പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ 13:35 നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയുമെന്ന്. അപ്പോൾ സ്നേഹമാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ യഥാർത്ഥമായ അടയാളം. लेकिन एक सच्चा मसीही कैसा है मालूम पड़ता है कि सच्चा मसीह का पहचान इस तरह का बाहर के कार्यों में नहीं, लेकिन यूहन्ना का सुसमाचार 13 अध्याय उसका 35 में हम पढ़ते हैं. गॉस्पेल ऑफ जॉन चैप्टर 13 वर्स 35 में वहां पर पढ़ते हैं कि तुम लोग इस तरह आपस में प्रेम रखने से संसार ये जानेगी कि तुम लोग मेरे चेले हो. तो प्रेम है वो कार्य, प्रेम का कारण की वजह से लोग जानते हैं कि हम प्रभु के चेले हैं. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് ഇടപെടുന്നവർക്ക് നിശ്ചയമായും നമ്മളൊരു ക്രിസ്ത്യാനിയാണെന്ന് അറിയാൻ കഴിയുന്നത് നമ്മൾ അവരിലേക്ക് പകരുന്ന ആ ദിവ്യ സ്നേഹത്തിലൂടെയാണ്. तो इसके लिए आज हमें जब लोगों को हम मसीह है करके ये पहचान कैसा मालूम पड़ता है, हमारे अंदर जो प्रभु का प्रेम जो रहता है वो जब बांटते समय में, वो प्रेम को जब प्रकट करते समय में उस द्वारा मालूम पड़ता है कि हम प्रभु के चेले हैं या सच्चा मसीह है. ഞാൻ പലപ്പോഴും യാത്ര ചെയ്യുമ്പോഴൊക്കെ പലരും ഒരു പരിചയമില്ലാത്ത പലരും വന്ന് എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ക്രിസ്ത്യാനിയാണോ? हाँ, मैं यात्रा करते समय में जब दूर दूर यात्रा करता है बहुत ऐसा अक्सर हुआ है कि लोग मुझे आके पूछते हैं आप एक मसीही हो क्या. ഞാൻ വിചാരിച്ച് അവരെങ്ങനെ, ഞാനൊരു ക്രോസ് ഒന്നും ഇട്ടിട്ടില്ല. കാരണം ചിലരൊക്കെ ക്രിസ്ത്യാനിയാണെന്ന് അറിയണമെങ്കിൽ അവരൊരു കുരിശൊക്കെ ഇടും. അങ്ങനെ ഒരു കുരിശില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വചനം എഴുതിയോ എന്തെങ്കിലും ഒരു ബനിയനോ ഉടുപ്പോ ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ ഇവർക്ക് എന്താ അങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. तो मैं अपने आप से मैं सोचता रहता था, हे प्रभु ऐसा क्या कारण है. मैंने बाकी जो कैथलिक लोग हैं वो लोग क्या करते हैं, वो लोग क्रूज का चिन्ह बनाकर वो लोग लॉकेट बना के पहनते हैं. कुछ तो वो लोग में ऐसा देता है कि लोग बताए कि वो लोग एक धर्मी मसीह है करके, लेकिन ऐसा मेरे पास कुछ भी ऐसा क्रूज का कोई चिन्ह या टैटू या ऐसा गले में जो नेकलेस है ऐसा कुछ डाला नहीं है. ना ही मैंने कोई वचन का कोई वस्त्र पहना, वचन लिखा हुआ वस्त्र या टी शर्ट या शर्ट ऐसा कुछ भी नहीं पहना. फिर कैसा ये लोग को इस तरह का शक आता है कि मैं मसीह हूँ करके बोलने के लिए उनको मन में क्यों आता है ऐसा. പ്രിയമുള്ളവരെ, നമ്മളെ കാണുന്നവർക്ക് നമ്മള് മറ്റുള്ളവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായി കാണുവാനായിട്ട് കഴിയണം. इसलिए प्रिय जब लोग हमें देखते समय में हम बाकी लोगों से अलग है करके इस तरह का अवस्था हमें दिखना चाहिए. മാത്രമല്ല ചിലപ്പോഴൊക്കെ ചിലർ ചോദിക്കാറുണ്ട്, നിങ്ങൾ വളരെ സന്തോഷവാനാണല്ലോ, അതിനെന്താ കാരണം? കാരണം മറ്റുള്ള മുഖമൊക്കെ വാടിക്കൊഴിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ വളരെ സന്തോഷവാനായിരിക്കുന്നത്. അപ്പോൾ തന്നെ അവർക്കൊരു അതിശയം, എന്താണ് ഇദ്ദേഹം ഇങ്ങനെ ഇത്രമാത്രം സന്തോഷവാനായിരിക്കുന്നത്? कुछ लोग आके पूछते हैं कि है सर आपका चेहरा इतना खुशहाल क्यों है, बाकी लोगों का चेहरा देखो कितना दुखी और निराशा से भरा हुआ है, लेकिन आपका चेहरे में खासियत है कि एकदम आनंद पूर्वक आपका चेहरा दिखता है. ये आनंद का कारण क्या है? എന്നോട് മാത്രമല്ല നിങ്ങളോടും പലരോടും ചോദിച്ചു കാണും അങ്ങനെ. मुझसे ही नहीं, आप लोगों से भी शायद बहुत लोगों से पूछा होगा. അപ്പോൾ ഞാൻ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അവരോട് പറയാറുള്ളത്, तो जब कोई मुझसे अगर पूछता है तो मैं उनसे कहता हूँ, അതെ ഞാൻ ആത്മാവിലാണെന്ന് പറയും. मैं कहता हूँ कि मैं आत्मा में हूँ. അപ്പൊ അവർ അറിയത്തില്ല എന്താ ഈ ആത്മാവിലിരിക്കാന്ന് പറഞ്ഞാൽ. तो आत्मा में हूँ करके बोला तो लोग समझ में नहीं आता. പിന്നെ ഞാൻ അവരോട് സുവിശേഷം പറയും. फिर मैं उनको सुसमाचार बोलता हूँ. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു മുഖാന്തരം ലഭിച്ചു കഴിഞ്ഞാൽ അവരിലേക്ക് നമ്മൾ ക്രിസ്തുവിനെ പകരുക എന്നുള്ളതാണല്ലോ നമ്മുടെ കർത്തവ്യം. क्योंकि हमें जब भी कुछ भी मौका मिले तो कैसा भी मौका मिले तो उस हर मौके में हमें मसीह को बांटे, ये हमारा लक्ष्य होना चाहिए. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കാണുന്നവർക്ക് മറ്റുള്ളതും തികച്ചും വ്യത്യസ്തമായിട്ടൊന്ന് കാണുവാൻ കഴിയുന്നുണ്ടോ? इसके लिए हम जब बाकी लोगों की उपस्थिति में जीते समय में बाकी लोगों से एक अलग रीति से हम दिखते हैं क्या नहीं करके ये हमें परखना देखना है. നമുക്കറിയാം, പിന്നെ എലീശയെ കണ്ടപ്പോൾ ആ സുനേംകാരി സ്ത്രീ പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. 2 രാജാവ് 4:9 അവൾ തന്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. നോക്കണം, അവൾക്ക് കാണുവാൻ കഴിഞ്ഞു, അദ്ദേഹം ഒരു ദൈവപുരുഷനാണെന്ന് കാണുവാൻ കഴിഞ്ഞു.
എലീശയെ കുറിച്ചുള്ള സുനേംകാരിയുടെ തന്റെ ഒരു നല്ല സാക്ഷ്യമാണ്. तो सुनेम की स्त्री ने जब एलिशा को देखा, दूसरा राजा 4:9 में वहां पर हम पढ़ते हैं, दूसरा राजा 4:9 में वो तुरंत अपना पति को बुला के कहती है कि देखो हमारे यहाँ अंदर से जाने वाला ये व्यक्ति, ये एक प्रभु का दास, एक प्रभु का जन है जो अक्सर हमारे रास्ते से जाता है करके इस तरह का गवाही एलिशा के द्वारा एलिशा के चलने से मालूम पड़ा. അതിന്റെ 4:8 മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് ധനികയായ ഒരു സ്ത്രീ എന്നാണ്. എന്നാൽ അതിന്റെ ശരിയായ പരിഭാഷ ഉത്തമയായ സ്ത്രീ എന്നാണ്. उसका 8 में जब पढ़ते समय में 4:8 में कोई मलयालम ट्रांसलेशन में एक धनवान स्त्री करके बोला गया है, लेकिन अगर दूसरे परिभाषा में कैसा आएगा कि एक कोई उत्तम स्त्री, एक अच्छा स्वभाव वाली स्त्री करके हम देख सकते हैं. हिंदी में वाइच नोका, हिंदी में आप लोग पढ़ेंगे 2 രാജാവ് 4:8. दूसरा राजा 2 Kings chapter 4 verse 8 में वहां पर वो सुनेम का स्त्री के बारे में वर्णन किया गया है. कुलीन स्त्री. ओके, അത് ശരിയാണ്. ഹിന്ദിയിൽ വന്നിരിക്കുന്ന കറക്റ്റ്, പക്ഷെ മലയാളത്തില് ധനികയായ സ്ത്രീ എന്നായിരിക്കും. हिंदी में वो बराबर परिभाषा आया है, मलयालम में एक धनवान स्त्री करके बोला है. അപ്പോൾ ഈ ഉത്തമ സ്ത്രീ ആയതുകൊണ്ടാ അവർക്ക് എലീശയെ ഒരു ദൈവപുരുഷനായിട്ട് കാണാൻ പറ്റിയ. ധനവാനായതുകൊണ്ടല്ല, ആക്ച്വലി ഉത്തമയായ സ്ത്രീയാണ്. तो वो खुद एक कुलीन स्त्री होने की वजह से दूसरे भाई में भी वो कुलीन, यानी कि एक अच्छा विशेष गुण वो देख पाया. धनवान स्त्री है इसके लिए नहीं, बल्कि वो भी मसीह में समर्पण स्त्री है इसके लिए. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് എപ്പോഴും നമ്മളെ പഠിക്കുവാൻ തക്കവണ്ണം, നമ്മളെ കാണുന്നവർക്ക് ക്രിസ്തുവിനെ കാണുവാൻ തക്കവണ്ണം വെളിപ്പെട്ട് ജീവിക്കുന്ന ഒരു ജീവിതമായിരിക്കണം. इसके लिए हमारा जीवन हमेशा दूसरों की उपस्थिति में रहते समय में कैसा भी करके मसीह प्रकट हो जाए, इस रीति का हमारा जीवन और अवस्था होना चाहिए. അപ്പോൾ ഹല്ലേലൂയ, നമ്മള് അതിനുവേണ്ടിയാണ് ഈ ലോകത്തിൽ ആക്കി വെച്ചിരിക്കുന്നതെന്ന് അർത്ഥം വരുന്ന ഒരു വാക്യമാണ് 2 കൊരിന്ത്യർ 3:2-3 വാക്യം. हम उसी के लिए प्रभु ने हमको इस दुनिया में रखा है करके उस गवाही में रखने के लिए 2 कोरिन्थी 3 अध्याय उसका 2 और 3 में पढ़ते हैं. 2 Corinthians chapter 3 verse 2 and 3 में ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ, ഞങ്ങളുടെ ശുശ്രൂഷയാലുണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. അത് മഷികൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ, കൽപ്പനയിലല്ല, ഹൃദയമെന്ന മാംസപ്പലയിൽ തന്നെ എഴുതിയിരിക്കുന്നു. എത്ര നല്ല സാക്ഷ്യമല്ലേ, നല്ല വചനമല്ലേ. पढ़ेंगे 2 कोरिन्थी 3 का 2 और 3. അപ്പോൾ ഇവിടെ പൗലോസ്ലീഹ കൊരിന്ത്യർ സഭയോട് പറയാണ്, സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ക്രിസ്തുവിൻ പത്രമാണ് നിങ്ങൾ. तो वहां पर उधर क्या लिखा है कि सभी मनुष्य पढ़ने वाला मसीह के एक पत्र है हम. അപ്പോൾ നമ്മളെ കാണുന്നവർക്ക് ക്രിസ്തുവിനെ കാണുവാൻ, ക്രിസ്തുവിനെ പഠിക്കുവാൻ, ക്രിസ്തുവിനെ അറിയുവാൻ ഇടയാകണം. इसके लिए हमें जब लोग देखते समय में मसीह दिख जाए, मसीह को प्रकट हो जाए, उस अवस्था में हमारा जीवन रहना चाहिए. ഞാൻ ഇതിനു മുൻപ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ലായെങ്കിലും, ഒരു വ്യക്തി, ഒരു പയ്യൻ ട്രെയിൻ വരുമ്പോഴൊക്കെ ആപ്പിൾ കൊണ്ടുപോയി വിൽക്കുവാനായിട്ട് ട്രെയിൻ വന്ന് നിൽക്കുമ്പോൾ ഒരു ടോക്കറിക്കകത്ത് കൊണ്ടുപോയി വിൽക്കാൻ നിൽക്കും. मैं शायद ये उदाहरण मैंने आप लोगों को बोला है क्या नहीं मुझे याद नहीं, लेकिन ऐसा बोला है लग रहा है. एक बार रेलवे स्टेशन में जब भी ट्रेन आते समय में वहाँ एक लड़का था, वो हमेशा एप्पल को लेकर आकर स्टेशन के उधर रुकता था ताकि लोग उतरते समय में एप्पल खरीद सके. അപ്പോൾ ഒരിക്കൽ ഒരു ട്രെയിൻ വന്ന് നിന്നപ്പോൾ ആൾക്കാർ ഇറങ്ങുകയും കയറുകയും ചെയ്തതിന്റെ തിരക്കിൽ ഈ കൊച്ചിന്റെ ഈ ടോക്കറിയുടെ കൊട്ട അത് മറിഞ്ഞു പോകാനിടയായി. तो एक बार क्या हो गया कि जब वो स्टेशन में इंतजार कर रहा था, एप्पल लेकर आया भेजने के लिए, ट्रेन से लोग उतरते समय में वो भीड़ में वजह से क्या हो गया, वो लड़के का हाथ से टोकरी गिर गया. അപ്പോൾ എല്ലാവരും ആ വീണ ആപ്പിളിന്റെ മുകളിൽ കൂടെ ചവിട്ടി പോയി. तो क्या हो गया, सब लोग वो जो गिरा हुआ एप्पल था उसके ऊपर सब लात मारकर चला गया. എന്നാൽ ഒരു വ്യക്തി ഇത് ദൂരെ നിന്ന് കണ്ടു. लेकिन एक व्यक्ति दूर से ये सब देख रहा था. അത് ഓടി വന്ന് ഈ ആപ്പിളെല്ലാം എടുത്ത് പെറുക്കി 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 പെറുക്കി
താനൊരു സജ്ജിയിലാക്കിയിട്ട് ഈ വണ്ടി പോയി കഴിഞ്ഞപ്പോൾ ഈ പയ്യനോണ്ട് കൊടുത്തു. वो आदमी दूर से वो देखा हुआ बात को जल्दी उसके पास दौड़ कर आया और एक एक एप्पल उसने इकट्ठा किया और उसको एक कवर में डालकर, प्लास्टिक कवर में डाल, थैली में डालकर ट्रेन जाते जाते तो क्या हो गया, वो लड़के को दे दिया. അപ്പോൾ ഈ അവർ നോക്കിയപ്പോൾ കുറെ എണ്ണം അത് കയറി ചവിട്ടിയതുകൊണ്ട് അത് അമങ്ങിപ്പോയി, ചതഞ്ഞുപോയി. तो उसमें क्या हो गया, जब लोगों ने उसके ऊपर पैर मारने की वजह से बहुत सा सेब एप्पल का अवस्था क्या हो गया, वो दब गया, कुचल गया. അപ്പോൾ ഈ കുട്ടിയോട് അദ്ദേഹം പറഞ്ഞു, മോനെ ഈ ചതഞ്ഞതെല്ലാം കൂടെ എത്ര കിലോ ഉണ്ട്, അത് ഇങ്ങ് തന്നേക്കാൻ പറഞ്ഞു. तो तभी ये आदमी ने कहता है कि हे बेटा सुनो, ये जो गिरा हुआ है या जो दब गया है, जो खराब हो गया है, उसको आप जरा तोल के देखो कितना किलो है और मुझे दे दो करके कहा. അപ്പോൾ അതിന്റെ പൈസ താൻ കൊടുക്കാൻ ഒരുങ്ങി. और फिर वो उसका दाम मालूम पड़ा, उसका दाम वो देने के लिए तैयार हो गया. അപ്പോൾ ഈ കുട്ടി അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി. तो वो लड़का वो ये आदमी के चेहरे को देखा. ഈ കുട്ടിക്ക് ഒരുപാട് നഷ്ടം ഉണ്ടായതിൽ അവന് വലിയ ദുഃഖമുണ്ട്. देखो अभी ये लड़के को बहुत सा नुकसान हो गया क्योंकि सेब नीचे गिर गया, सब खराब हो गया, वो नुकसान हो गया, उसका दुख है उसको. എന്നാൽ ആ കുട്ടി ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, लेकिन वो लड़का ये मनुष्य को पूछ रहा है, നിങ്ങളാണോ ക്രിസ്തു? आप मसीह हो क्या? मैं നിങ്ങളാണോ ക്രിസ്തു? आप मसीह हो क्या? കാരണം എന്റെ അമ്മ എന്നെ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. क्योंकि मेरा माँ ने मुझे बचपन में बोला है, കർത്താവ് നമ്മളെ എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും സഹായിക്കാനെത്തും. प्रभु हमें हर परिस्थितियों में, हर दुखों का कठिनाई अवस्थाओं में प्रभु हमें बचाने के लिए आएगा. അവിടുന്ന് നമ്മുടെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. वो हमारा तकलीफों में एक सच्चा सहायक है. അപ്പോൾ ഈ വാക്യങ്ങൾ എന്റെ അമ്മ പറഞ്ഞത് ഈ കുട്ടിക്ക് ഓർമ്മ വന്നു. तो ये सब बातें उनका बच्चे का माँ ने उसको बोला है करके वो लड़के को याद आया. ഈ കുട്ടിക്ക് അധികം അതിനെക്കുറിച്ച് അറിവില്ല. वो प्रभु के बारे में, वचन के बारे में ज्यादा जानकारी नहीं है लड़के को. എന്നാൽ അമ്മ പറഞ്ഞ അറിവിൽ ആ കുട്ടി ആ മനുഷ്യനോട് ചോദിക്കണം, നിങ്ങളാണോ ക്രിസ്തു? लेकिन जितना माँ ने वो बच्चे को जानकारी दिया था उसके हिसाब से वो व्यक्ति को पूछने लगा, क्या आप मसीह हो क्या? मैं. ദൈവമക്കളെ, നമ്മുടെ ഓരോ കർത്താവിലുള്ള ജീവിതം അത് കാണുമ്പോൾ ഏതൊരു വ്യക്തിക്കും അത് മനസ്സിലാക്കാനിടയാകട്ടെ, നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന് ജീവിക്കുന്ന യഥാർത്ഥ ക്രിസ്ത്യാനിയാണ്. इसलिए प्रिय, हमारे जीवन में हम जीते समय में, हमारा हर एक परिस्थिति में, हर एक अवस्था में हमें लोगों के सामने यह पहचान रखे कि हम मसीही है करके. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ യഥാർത്ഥമായ അടയാളം എന്താണെന്നാണ് നമ്മൾ കേട്ടത്. तो एक सच्चा मसीही का चिन्ह क्या है करके हम देखें, സ്നേഹം. प्रेम. സ്നേഹമാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ അടയാളം. प्रेम है एक सच्चा मसीही को प्रकट करके दिखाता है. നമ്മുടെ ഏതെങ്കിലും വേഷങ്ങൾ കൊണ്ടോ, നമ്മുടെ ഏതെങ്കിലും ആചരണങ്ങൾ കൊണ്ടോ, നമ്മുടെ ഏതെങ്കിലും അനുഷ്ഠാനങ്ങൾ കൊണ്ടോ അല്ല, നമ്മൾ സ്നേഹം കൊടുക്കുന്നതിലൂടെയാണ് ഈ ലോകം ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് അറിയേണ്ടത്. हमारे कपड़ा पहनने के तरीके से या हमारे वेशभूषा से या हमारा रीत रिवाज के कार्य से, ये सब बाहरी कार्यों से नहीं, बल्कि हम मसीह में बने हुए रहने का उस अवस्थे में प्रेम को जब बांटते समय में मालूम पड़ता है कि हम सच्चा मसीह है. ദൈവമക്കളെ, നമ്മൾക്ക് മാത്രമേ യഥാർത്ഥ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയൂ. प्रियो, सिर्फ हम लोग ही एक ऐसा झुंड है, लोग है जो सच्चा मसीह का प्रेम को प्रकट करके दिखा सकता है, बांट सकता है. आमीन. കാരണം നമുക്ക് ആ സ്നേഹം ദൈവം തന്നിരിക്കുന്നു. क्योंकि प्रभु ने वो प्रेम हमें दिया है. കാരണം വീണ്ടും ജനിച്ച എല്ലാ ദൈവമക്കളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മാവുള്ളവരാണ്. क्योंकि नया जन्म पाया हुआ हर एक विश्वासी प्रभु यीशु मसीह का, परमेश्वर का आत्मा पाए हुए लोग हैं. ഞാൻ ഓർപ്പിക്കാതെ നിങ്ങൾക്കറിയാം, റോമർ 8:9, रोमियो 8:9 में ये आप लोगों को मालूम है. ഞാൻ ഓർപ്പിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് അത് അറിയാം. तो मैं भले ही आपको याद नहीं दिया तो रोमन्स 8:9 में हम पढ़ते हैं, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല, അല്ലെങ്കിൽ അവനൊരു ക്രിസ്ത്യാനിയല്ല. जिसके अंदर प्रभु का आत्मा नहीं, मसीह का आत्मा नहीं, वो मसीह का ही नहीं, यानी कि वो प्रभु का और का नहीं है. അപ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മളിലുണ്ട്, यानी कि प्रभु का आत्मा हम में है. അപ്പോൾ ഈ ആത്മാവ് നമ്മളിലുണ്ടെങ്കിൽ, ये आत्मा अगर हम में है तो ആത്മാവിന്റെ ഫലവും നമ്മളിലുണ്ട്. आत्मा का फल भी हमारे अंदर रहेगा. അതാ വളരെ നമ്മള് തിരിച്ചറിയേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം. वही है हमें पहचानने के लिए समझने वाला सबसे बड़ा एक सच्चाई. അപ്പോൾ ആത്മാവിന്റെ ഫലമുണ്ടെന്ന് പറയുമ്പോൾ, आत्मा का फल है करके बोलते समय में ആ ആത്മാവിന്റെ ഫലമാണ് സ്നേഹം. उस आत्मा का फल में हम देखते हैं प्रेम. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മളിൽ ഈ സ്നേഹം, അത് സാമാന്യ സ്നേഹമല്ല, അത് അഗപ്പേ സ്നേഹമാണ്, അതുല്യ സ്നേഹമാണ്, അത് വർണ്ണിക്കാൻ കഴിയാത്ത സ്നേഹമാണ്. ആ സ്നേഹമാണ്
കർത്താവ് തന്റെ ആത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നത്. प्रभु ने हमें जो दिया हुआ प्रेम का विषय देखा जाए तो कोई का साधारण प्रेम नहीं, बल्कि वो दिव्य प्रेम है, अगापे प्रेम है, तुल्य का अतुल्य प्रेम है, यानी उसको तुलना नहीं कर सकता, वर्णन से भी बाहर है, समझ से भी बाहर है. इतना बड़ा और महान और श्रेष्ठ प्रेम प्रभु ने हमको दिया है. നാം എന്തുകൊണ്ട് സ്നേഹിക്കുന്നു? हम क्यों प्रेम करते हैं? നമ്മൾ സ്നേഹം കർത്താവിൽ നിന്നും പ്രാപിച്ചതുകൊണ്ട് സ്നേഹിക്കുന്നു. क्योंकि हमें प्रेम मसीह से हमें प्रेम प्राप्त किया है, इसलिए हम प्रेम करते हैं. അല്ലേ, നമ്മുടെ 1 യോഹന്നാൻ 4:19 വായിക്കുന്നേ. पहला यूहन्ना 4:19 में, 1 जॉन चैप्टर 4:19 में हम यही पढ़ते हैं ना, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. हम प्रेम करते हैं क्योंकि उन्होंने हमसे पहला प्रेम किया. അപ്പോൾ അവൻ നമ്മളെ ആദ്യം സ്നേഹിച്ചത് കൊണ്ട് നമുക്ക് ഇനി സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. क्योंकि उन्होंने हमसे पहला प्रेम किया तो इसके लिए उस जवाब में हम प्रेम करना नहीं, प्रेम करना ऐसा हो ही नहीं सकता. हम प्रेम कर रहे हैं क्योंकि उन्होंने हमसे पहला प्रेम किया. നമുക്കറിയാലോ, ഒരാൾ നമ്മളോട് പ്രൈസോട് പറഞ്ഞാൽ നമ്മളും തിരിച്ച് പ്രൈസോട് പറയുന്നു. अब उदाहरण में कोई अगर आके हमको प्रेज लॉर्ड बोलेगा तो हम भी उसके उत्तर में प्रेज लॉर्ड बोलते हैं ना. വളരെ അപൂർവ ആൾക്കാരുണ്ട് പറയാനാ. कुछ बहुत कम लोग रहेंगे शायद जो प्रेज लॉर्ड बोलेगा तो उत्तर में प्रेज लॉर्ड नहीं दिया करके बहुत कम लोग रहेंगे. ഏതായാലും ഒരു വിശ്വാസി, യഥാർത്ഥ രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയാണെങ്കിൽ നോർമൽ രീതിയിൽ ഒരു പ്രൈസോടൊക്കെ പറഞ്ഞാൽ തിരിച്ചൊരു പ്രൈസോടൊക്കെ പറയും. लेकिन एक सच्चा विश्वासी जिसका सच्चा नया जन्म है, प्रभु का आत्मा रहने वाला विश्वासी के अंदर कोई भी अगर उनका के प्रेज लॉर्ड बोलेगा तो वो उत्तर में जवाब में प्रेज लॉर्ड बोलेगा. അപ്പോൾ ചിലര് കണ്ടാല് ഒരു പ്രൈസോടൊന്നും പറയാത്തവരുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും പറയാത്തവരും ഉണ്ട്, അങ്ങനെയുള്ള കൂട്ടവും ഉണ്ട്. कुछ लोग तो है ऐसा जो सुनेगा तो भी प्रेज लॉर्ड नहीं बोलता. ऐसे भी लोग है कि दो लोग आपस में देखेगा तो भी प्रेज लॉर्ड नहीं बोलने वाला, क्योंकि कुछ तो गुस्सा या झगड़ा रहेगा बोलकर. वो ऐसा भी स्वभाव के लोग भी रहते हैं दुनिया में. ഒന്ന് കാണുമ്പോ ഒന്ന് പരസ്പരം ഒന്ന് സ്മൈൽ ചെയ്യാൻ പോലും ഉത്സാഹമില്ലാത്തവരുണ്ട്. यानी कि एक दूसरे को देखते समय में, हम भाइयों को देखते समय में एक देखकर एक छोटा सा स्माइल करना, हंसी करने का, उस तरह का स्वभाव भी लोग नहीं करते. എന്നാല് നമ്മള് ദൈവത്തിന്റെ ആത്മാ പ്രാപിച്ചവരാണെങ്കിൽ, लेकिन अगर हम प्रभु के आत्मा पाए हुए लोग हैं तो നമ്മളോട് ആരും നീ നിങ്ങൾ സ്നേഹിക്കണമെന്ന് ഇനിയും പറയേണ്ട ആവശ്യമില്ല. तो अभी किसी को ये बात बोलकर समझाकर बताने की जरूरत नहीं है कि तुम लोग आपस में प्रेम रखो करके. യഥാർത്ഥ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതല് ആരും പറയാതെ തന്നെ ദൈവസ്നേഹത്താൽ നിർബന്ധിതനായി മറ്റുള്ളവരെ സ്നേഹിക്കും. क्योंकि सच्चा विश्वासी, सच्चा मसीह प्रभु का प्रेम में विवश होकर वो दूसरे को प्रेम करेगा. കാരണം സ്നേഹം ക്രിസ്ത്യാനിത്വത്തിന്റെ അടയാളമാണ്. क्योंकि प्रेम जो है मसीह लोगों का सबसे बड़ा चिन्ह है. കർത്താവ് നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ് നമ്മൾ സ്നേഹിക്കുന്നത്. मसीह प्रभु हमसे पहला प्रेम किया, इसलिए हम प्रेम कर रहे हैं. അതേ 1 യോഹന്നാൻ 4:10 വായിക്കുന്നത്, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകും. पहला यूहन्ना 4:10 पढ़ेंगे. 1 जॉन चैप्टर 4:10. प्रेम इसमें नहीं कि हमने परमेश्वर से प्रेम किया, पर इसमें है कि उसने हमसे प्रेम किया और हमारे पापों के प्रायश्चित के लिए अपने पुत्र को भेजा. आमेन. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥമായിരിക്കുന്ന ആ സ്നേഹം നമ്മൾ കർത്താവിൽ നിന്നും പ്രാപിച്ചതാണ്. तो सच्चा प्रेम का अवस्था करके हमें समझना है कि हम ये प्रेम हम लोग प्रभु से पाया हुआ है. അത് നമ്മൾ പ്രാപിച്ചു, അത് നമ്മുടെ മുമ്പിൽ കാണുന്നു. എല്ലാ നിലയിലും ഇനി നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. तो ये सब हमने प्रेम को देखा है, हमने प्रेम को प्राप्त किया है. अभी लोगों को प्रेम करना या प्रेम बांटने के विषय में हमें कोई कमी नहीं. प्रेम करने की अवस्था में हम हो जाते हैं. കർത്താവിനുള്ള സ്നേഹമാണ് നമ്മൾ കർത്താവിനെ അനുസരിക്കുന്നതിന് നമ്മളെ നിർബന്ധിക്കുന്നത്. यहाँ तक कि प्रभु की ओर के विषय में जितना हमको प्रेम है, उस प्रेम के आधार पर है उनका वचनों को, उनके बातों को हम मानते भी है. നമുക്ക് കൂടുതലായി ആത്മാവിനെ പ്രാപിക്കണമെങ്കിൽ നമ്മൾ കർത്താവിനെ അനുസരിക്കുന്നവരായിരിക്കണം. यानी कि ज्यादा आत्मा में अगर भरने का अवस्था में अगर होना है तो वो हमें प्रभु का बातों को मानना भी चाहिए. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പലർക്കും ആത്മാവിനെ കൂടുതലായി പ്രാപിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിലും അവർ കർത്താവിനെ അതുപോലെ അനുസരിക്കുന്നില്ല. लेकिन आज बहुत मसीह का आत्मा में ज्यादा पाया जाने का अवस्था में रहने के लिए वो लोग क्या कर रहे हैं, नहीं होने के लिए वो लोग वचन को, प्रभु के बातों को नहीं मानते. അപ്പോൾ ദൈവത്തിന്റെ വചനം നമ്മൾ കൂടുതലായി പ്രമാണിക്കും തോറും നമുക്ക് ആത്മാവിനെ കൂടുതലായി പ്രാപിക്കുവാൻ കഴിയും. हाँ, तो इसके लिए अगर हम जितना हम लोग क्या होता है, जितना हम लोग प्रभु का वचन को हम लोग मानते हैं, प्रभु का वचन में आधीन होकर हम जीते हैं, उतना हम लोग आत्मा को पाते हैं. നിങ്ങൾ ഈ വചനങ്ങളെ ഒന്ന് ശരിക്കും മനസ്സിലാക്കണേ. आप लोग ये वचनों को जरा सही रीति से समझना. ഞാൻ ചില വാക്യങ്ങൾ വായിച്ചിട്ട് നമുക്ക് അതിന്റെ മനസ്സിലാക്കേണ്ട രീതിയിൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. इसके लिए हम लोग कुछ वाक्यों को हम पढ़ेंगे, उस वाक्यों को पढ़कर उसके आधार पर हम जाएंगे. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 14-ാം അധ്യായത്തിന്റെ 15-16 വാക്യം വായിക്കുമ്പോൾ, यूहन्ना का सुसमाचार 14 अध्याय उसका 15 और 16 में हम पढ़ते हैं. गॉस्पेल ऑफ जॉन चैप्टर 14 verse 15 and 16. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും.
എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. मैं यूहन्ना का सुसमाचार 14 का 15-16 पढ़ेंगे. यदि तुम मुझसे प्रेम रखते हो तो मेरी आज्ञाओं को मानोगे. मैं पिता से विनती करूंगा और वह तुम्हें एक और सहायक देगा कि वह सर्वदा तुम्हारे साथ रहे. അപ്പോൾ ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം, इधर प्रभु ने दिया हुआ प्रतिज्ञा यह है, നിങ്ങൾ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത ആത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കും. यदि अगर तुम लोग मुझसे प्रेम करोगे तो मैंने तुम्हारे साथ बांधा हुआ प्रतिज्ञा के अनुसार मैं तुमको पवित्र आत्मा दूंगा. ഇനി മറ്റൊരു വാക്യം, दूसरा एक वाक्य हम पढ़ेंगे. ഈ 2-3 വാക്യം വായിച്ചിട്ട് ഞാൻ അതൊന്ന് അല്പം കൂടെ വിശദീകരിക്കാം. यानी कि मेरा कहने के विषय के लिए 1-2 आधार मैं देना चाहता हूं ताकि उसके बाद मैं उस विषय में प्रवेश करूंगा. നമുക്കറിയാം പെന്തക്കോസ് ദിവസം പത്രോസ്ലീഹ നിന്ന് പ്രസംഗിക്കുകയാണ്. पेंतकोस्त के दिन में पत्रोस वहां पर गवाही दे रहा है വചനം കേട്ടവർക്ക് ഹൃദയത്തിൽ കുത്തുകൊണ്ടു. और वचन सुनने वाले लोगों को उनका हृदय में वो वचन काटा उनको. അവര് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? वो लोग पूछने लगे कि अभी हमें क्या करना चाहिए. അപ്പോൾ പത്രോസ് പറയുന്ന ഉത്തരമാണ് അപ്പോസ്തലപ്രവൃത്തി 2:38 വാക്യം ഞാൻ വായിക്കാം. ऐसे समय में प्रभु ने पत्रोस ने जवाब दिया वो बात है प्रेरितों का कार्य 2:38 में, एक्ट्स चैप्टर 2:38. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കും. पढ़ेंगे प्रेरितों 2:38. पतरस ने उससे कहा, मन फिराओ और तुम में से हर एक अपने अपने पापों की क्षमा के लिए यीशु मसीह के नाम से बपतिस्मा ले, तो तुम पवित्र आत्मा का दान पाओगे. അപ്പോൾ ഇതിന്റെ മൂലഭാഷയിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ പാപമോചനത്തിനായി അനുദപിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിനെന്ന. तो अगर इसका करेक्ट भाषा में अगर हम पढ़ेंगे तो पाप के क्षमा के लिए मन फिराकर फिर बपतिस्मा लो, ऐसा आना चाहिए. അപ്പോൾ നമ്മൾ നിങ്ങൾ ആ കാര്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. लेकिन आप लोग बस वो वाक्य बातों को समझने के लिए मैं कहता हूँ. അപ്പോൾ എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കുന്ന പറഞ്ഞു. तो ही तुमको पवित्र आत्मा का दान तुम पाओगे. ഇനി നമുക്ക് അതിന്റെ തന്നെ 5:32 വായിക്കാം. उसी का हम लोग 5:32 भी हम पढ़ेंगे. ഈ വർഷത്തേക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു എന്നുത്തരം പറഞ്ഞു. पढ़ेंगे 5:32. हम इन बातों के गवाह हैं और वैसे ही पवित्र आत्मा भी जिसे परमेश्वर ने उन्हें दिया है जो उसकी आज्ञा मानते हैं. അപ്പോൾ ഇവിടെ ഈ 3 വാക്യങ്ങളിൽ നമ്മൾ കണ്ടത് അവന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവെന്നാണ്. तो इधर सब जगह पर हम देखते हैं कि प्रभु के आज्ञाओं को मानने वाले लोगों को है करके हम पढ़ते हैं. അപ്പോൾ കർത്താവിനോടുള്ള സ്നേഹമാണ് യഥാർത്ഥത്തിൽ കർത്താവിനോടുള്ള അനുസരണം. यानी कि प्रभु की ओर का सच्चा प्रेम ही है सच्चा आज्ञा पालन करना. ഈ അനുസരണം നമ്മളെ വലിയൊരു അനുഗ്രഹത്തിലേക്ക് നയിക്കുകയാണ്. ये आज्ञा का पालन करना हमें एक बहुत आशीष की ओर ले जाता है. അപ്പോൾ അത് നമ്മള് ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച് ഈ ആത്മാവിൽ നിറയപ്പെട്ട് ഈ ആത്മാവിനെ കൂടുതൽ പ്രാപിച്ച് കർത്താവിനെ ജീവിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മളെ വളർത്തുകയാണ്. वो हमें प्रभु के आत्मा में हमें रखकर मसीह में हमें बढ़ाते बढ़ाते और अधिक आत्मा के उस उन्नता में हमें बढ़ाता है. നമുക്കറിയാം വീണ്ടും ജനനം എന്ന് പറയുന്നാൽ ആത്മാവിലുള്ള ജനനമാണ്. देखो नया जन्म करके बोलते हैं समय में ही आत्मा में जन्म लेना है. അപ്പോൾ ആത്മാവിൽ ജനിച്ച ഒരു വ്യക്തിക്ക് എപ്പോഴും കർത്താവിന്റെ കൽപ്പനകളെ കാക്കുവാനായിട്ടുള്ള കടപ്പാടുണ്ട്. इसके लिए आत्मा में जन्म लेने वाला हर एक व्यक्ति को प्रभु के बातों को मानना जिम्मेदार है. നമുക്കറിയാം യഥാർത്ഥത്തിൽ നമ്മൾ ആത്മാവിനെ പ്രാപിക്കുന്നത് വിശ്വാസത്തിലാണ്. हमें वास्तव में हमने पवित्र आत्मा कब प्राप्त किया? विश्वास के द्वारा. അത് നമ്മള് ദൈവവചനത്തിന്റെ മുഴുവൻ കാഴ്ചപ്പാടും ഉണ്ടെങ്കിൽ നമുക്ക് അത് ഗ്രഹിക്കാൻ പെട്ടെന്ന് കഴിയും. और हमें प्रभु का वचन का सही रीति से जानकारी रहेगा तो ही हम वो बात को समझ सकते हैं. ഇല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിച്ചിട്ട് ആത്മാവിനെ ലഭിക്കുന്നതെന്ന് ഈ 3 വാക്യം വായിച്ചിട്ട് പലരും വ്യാഖ്യാനിക്കും. नहीं तो ये वाक्य ये तीनों वाक्यों को पढ़कर लोग क्या बोलेंगे, देखो हमको कुछ क्रिया करना पड़ेगा आत्मा को पाने के लिए, ऐसा लोग उसका गलत अर्थ निकालते हैं. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഓർപ്പിച്ചതേ ഉള്ളൂ. इसलिए ऐसा ना होने के लिए मैंने याद दिलाया. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം നാം വിശ്വസിക്കുന്നവർക്കാണ് ആത്മാവിനെ ലഭിക്കുന്നത്. क्योंकि हम लोग सब अच्छी तरह से जानते हैं विश्वास करने वालों को आत्मा मिलता है. ഞാൻ ഇനി അതിനെ ഒരു പഠനമായിട്ട് വീണ്ടും അങ്ങോട്ട് പോകണ്ട എന്ന് ഞാൻ വിചാരിക്കുന്നു. तो इसका शिक्षण के लिए मैं गहराई में मैं नहीं जाना चाहता. നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേണേ ഒരു വാക്യം അവിടെ വേണേ വായിക്കാം. പിന്നെ യോഹന്നാൻ 7:39. लेकिन आपके लोगों के लिए एक वाक्य मैं पढ़ना चाहूंगा. जॉन 7
29 39. सॉरी जॉन 7:39 യോഹന്നാൻ का सुसमाचार 7 का 39 में हम पढ़ते 39 में हम पढ़ते हैं അത് അവൻ ഇത് തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവ് വിശ്വസിക്കുന്നവർക്കാണ് ആത്മാവിന് ലഭിക്കുന്നത്. ये उनको उस विश्वास करने वाले लोगों को आत्मा को मिलने का विषय के बारे में वो लिखा गया है करके हम उसका 7 का 39 में पढ़ते हैं. यानी कि जो कोई प्रभु यीशु मसीह पर विश्वास करेगा उनको आत्मा मिलेगा. അപ്പോൾ വിശ്വാസത്തോട് ചേർന്ന് പോകുന്ന ഒരു കാര്യമാണ് പ്രവൃത്തി. विश्वास के साथ चलने वाला एक बात है क्रिया. കാരണം ഒരു നോട്ടിന് രണ്ട് സൈഡ് ഉണ്ടല്ലോ. क्योंकि हम देखते हैं कि एक नोट को दो बाजू है. അതിലെ ഒരു സൈഡിൽ മാത്രമേ അതിന് അതിന്റെ ചാപ്പുള്ളെങ്കിൽ അതിന് വിലയില്ല. अगर नोट में अगर एक ही साइड में नोट का छाप है, दूसरा साइड नोट खाली रहेगा, ब्लैंक रहेगा, तो वो नोट का कोई दाम मूल्यता नहीं है. വിശ്വാസം ഉണ്ടെങ്കിൽ തുടർന്ന് അതിന്റെ പ്രവൃത്തി ഉണ്ടായിരിക്കും. अगर विश्वास रहेगा तो उसके साथ उसका कार्य भी रहेगा. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, എന്നാലും നമ്മൾ പ്രവർത്തിച്ചിട്ടല്ല നമ്മൾ ഈ ആത്മാവിനെ പ്രാപിക്കുന്നത്. लेकिन फिर भी हम लोग कोई क्रिया कर नहीं हम आत्मा को प्राप्त करते हैं. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു സംശയമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. इस विषय में आप लोगों को कोई शक नहीं है करके मैं विश्वास करता हूँ. ചിലപ്പോൾ ഇതിനു വേണ്ടി ആയിരിക്കാം കാത്തിരുന്നൊക്കെ നമുക്ക് ആത്മാവിനെ പ്രാപിക്കാം എന്നൊക്കെ പറയുന്നത്. അതൊരു അറിവുകൾ മാത്രമേ ഉള്ളൂ. कुछ लोग बोलते हैं कि हम लोग ऐसा इंतजार करेगा तो हमें आत्मा मिलेगा करके ऐसा सोचते हैं, लेकिन वो अज्ञानता की वजह से है. അങ്ങനെയുണ്ടെങ്കിൽ ഒരു വാക്യം കൂടെ അതിനെ ഒന്ന് ഉറപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് ഞാൻ വായിച്ചിട്ട് പോകാം. എനിക്ക് ഒരുപാട് അതിനെപ്പറ്റി ക്ലാസ് എടുക്കാൻ സമയമില്ല. लेकिन ऐसा भी अगर कोई लोग सोचते हैं तो फिर उनके लिए भी एक वाक्य मैं पढ़ाना चाहता हूँ. इसका गहरा अभ्यास के लिए मेरे पास समय नहीं है, बस ऊपर से मैं ये बात कहना चाहता हूँ. ഗലാത്യ ലേഖനം 3:14 വാക്യമാണ്. गलातियों का पुस्तक 3:14 में गलेशियंस चैप्टर 3:14 അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. पढ़ेंगे गलतियों 3:14. ये इसलिए हुआ कि अब्राहम की आशीष मसीह यीशु में अन्य जातियों तक पहुंचे और हम विश्वास के द्वारा उस आत्मा को प्राप्त करें जिसकी प्रतिज्ञा हुई है. आमेन. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം തന്നെ വിശ്വാസമാണല്ലോ. मसीह जीवन का सबसे बड़ा मूल आधार हम देखते हैं कि विश्वास है ना. വിശ്വാസം എന്ന അടിസ്ഥാനത്തിന്മേലാണ് കാര്യങ്ങളുടെ എല്ലാ ക്രമീകരണങ്ങൾ ദൈവം ചെയ്തിരിക്കുന്നത്. क्योंकि विश्वास का उस नींव पर ही तो है प्रभु ने सब कार्य बांधने का सब कार्य उसके ऊपर बना रहा है. ആ വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? वो वाक्य आप लोगों को याद है क्या? തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലുണ്ട്. पहला तिमोथी 1 अध्याय उसका 3रा वाक्य में 1 तिमोथी चैप्टर 1:3 അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസമെന്ന ദൈവവ്യവസ്ഥ. അപ്പൊ ദൈവത്തിന്റെ വ്യവസ്ഥ വിശ്വാസമെന്ന ദൈവവ്യവസ്ഥയാണ്. 1-3 उसका ओके 1 का 3 का आखिरी भाग में है कि അത് 4 ഉണ്ടെന്ന് തോന്നുന്നു. उसका 3 का आखिरी भाग और 4 भी पढ़ेंगे कि तुम उनको कोई उपदेश बढ़ता जाता है और तुम सबका प्रेम आपस में बहुत ही बढ़ता जाता है. यहाँ तक कि हम पहला तिमोथी 1 का 3 और 4 में है. परमेश्वर के उस प्रबंध के अनुसार नहीं जो विश्वास पर आधारित है. हाँ बस जो विश्वास पर आधारित है. അതെ കറക്റ്റ്. അപ്പോൾ വിശ്വാസമെന്ന ദൈവവ്യവസ്ഥ. तो विश्वास का जो वो क्या है परमेश्वर का वो प्रबंध का अनुसार विश्वास के अनुसार है वो. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കർത്താവിലുള്ള വിശ്വാസത്തിൽ ആണ് നാം ചെയ്യുന്നത്. तो ये सब हम जो भी कार्य करते हैं प्रभु की ओर के विश्वास के आधार पर हम करते हैं. അപ്പോൾ ഇതെല്ലാം നമ്മളെ ചെയ്യുവാൻ നിർബന്ധിക്കുന്നത് ദൈവസ്നേഹമാണ്. और ये सब बातें हमें विवश करके जो हमें करने वाला सहायता करता है वो है पवित्र आत्मा. നമുക്കറിയാം ഇന്ന് പലർക്കും വിശ്വാസം ഉണ്ടെന്ന് പറയും, പക്ഷേ പ്രവൃത്തിയില്ല. आज हम देखते हैं कि बहुत लोगों को विश्वास है करके बोलते हैं लेकिन क्रिया नहीं है. അപ്പോൾ प्रवृत्तिയില്ലാത്ത വിശ്വാസം നിർജീവമാണെന്ന് യാക്കോബ് വളരെ വ്യക്തമായും പറയുന്നുണ്ട്. याकूब में स्पष्ट में हम देखते हैं कि बिना कार्य का जो बिना कार्य करना विश्वास वो बोला तो वो मृत्यु समान व्यर्थ है वो. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നതെല്ലാം അനുസരിക്കുവാൻ തക്കവണ്ണം ദൈവസ്നേഹം നമ്മളെ നിർബന്ധിക്കും. കാരണം അതെല്ലാം വിശ്വാസത്താലാണ് നമ്മൾ ചെയ്യുന്നത്. तो इसके लिए हमें प्रभु का जो भी कार्य हमें करने के लिए प्रभु का आत्मा है जो हमें सहायता करता है, जो हमें विवश करके चलाता है और वो सब प्रेम में हम करते हैं, विश्वास में करते हैं. അപ്പോൾ നമ്മൾ കർത്താവിന്റെ വചനം അനുസരിക്കുമ്പോഴാണ് നമുക്ക് ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ ലഭിക്കുന്നത്. इसके लिए हम जब वचन का जब पालन करते हैं समय में हमें त्रिएक परमेश्वर का संगति और सहभागिता मिलता है. എന്നാൽ ഈ വചനം അനുസരിക്കാൻ കാരണം സ്നേഹമാണ്. लेकिन ये वचन को मानने का उसका मूल कारण यही है प्रेम. സ്നേഹത്താലാണ് സകലതും, സ്നേഹത്തിന്റെ ഒരു ആധാരത്തിലാണ് സകല
സകല കാര്യങ്ങളും ചെയ്യുന്നത്. क्योंकि प्रेम का एक आधार है, प्रेम के अनुसार है सभी बातें चलता है. നമുക്കറിയാം യോഹന്നാൻ 14:23 കർത്താവ് പറഞ്ഞത്, യോഹന്നാൻ 14:23 में, जॉन चैप्टर 14 वर्स 23, യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. അതിന്റെ അർത്ഥം കർത്താവിനെ സ്നേഹിച്ച് നമ്മൾ കർത്താവിനെ വചനം പ്രമാണിക്കുമ്പോൾ നമുക്ക് ദൈവവുമായിട്ടുള്ള ശരിയായ കൂട്ടായ്മ ലഭിക്കും. पढ़ेंगे जॉन 14:23 में. यीशु ने उसका उत्तर दिया, यदि कोई मुझसे पूछेगा तो वह मेरे वचन को मानेगा और मेरा पिता उससे प्रेम रखेगा और हम उसके पास आएंगे और उसके साथ वास करेंगे. അപ്പോൾ ദൈവത്തിന്റെ വചനം നമ്മൾ പ്രമാണിക്കുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? ഏക ദൈവത്തിന്റെ കൂട്ടായ്മ ലഭിക്കും. കൂട്ടായ്മ മാത്രമല്ല ലഭിക്കുന്നത്, നമ്മൾ അതിന്റെ യോഹന്നാൻ 16:27 വായിക്കുമ്പോൾ പിതാവ് ദാനം നിങ്ങളെ സ്നേഹിക്കുന്നു, ആ സ്നേഹം കൂടി ലഭിക്കുവാനിടയായി. तो इसके लिए हम लोग जब प्रभु का वचन को जब आज्ञा पालन करते समय में त्रिएक परमेश्वर का हमें संगति मिलता है. केवल वो संगति और सहभागिता ही नहीं, लेकिन यूहन्ना का सुसमाचार उसका 16:27 में भी हम पढ़ते हैं, जॉन गॉस्पेल चैप्टर 16 वर्स 27 में, कि पिता आप ही ने हमसे प्रेम किया है. उनका वो प्रेम का अनुभव भी हमें उस संगति के द्वारा हमें मिलता है. നമുക്കറിയാം, നമ്മൾ ദൈവത്തോടും അല്ലെങ്കിൽ പരസ്പരമുള്ള സ്നേഹത്തിനൊക്കെ ക്ഷതം വരാം, रुकावट, കുറവ് വരാം. ओके, हमें प्रभु की ओर का प्रेम के विषय में देखते जाए तो हमारे में बहुत रुकावट आ सकता है, कुछ तो ऐसा कमी आ सकता है. നമ്മൾ വിശ്വാസത്തിൽ കുറവുണ്ടാകുന്നത് പോലെ जिस तरह विश्वास में हम जब कम होएंगे तो വിശ്വാസവും പലപ്പോഴും ഏറ്റക്കുറച്ചിലും ഉണ്ടാകാം. हम विश्वास का माप में भी हम देखते हैं उसके ऊपर और नीचे चढ़ाव, ऐसा पड़ाव आता है. അതുകൊണ്ടാണല്ലോ നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്നത്. इसीलिए तो वचन में लिखा है कि तुम विश्वास में बने हुए है कि नहीं, अपने आप को जांचो करके वचन कहता है. അപ്പോൾ നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിനും ക്ഷയം ഭവിക്കാം. उस तरह का प्रभु की ओर का उस प्रेम के विषय में भी हम देखा जाए तो हमारे जीवन में वो चढ़ाव आ सकता है. അങ്ങനെ വരുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ കൃപ അനുഭവിക്കേണ്ടതിന് കൃപ നമുക്ക് നഷ്ടമാകാനിടയായി. इसकी और ऐसा अवस्था में क्या होगा, प्रभु का अनुग्रह जो हम लोग अनुभव करना चाहिए उसमें भी हम गिर सकते हैं. ഇന്നും അനേകം കൃപ നഷ്ടമാക്കുന്നതിന്റെ ഒരു കാരണം നമ്മള് ദൈവത്തോടുള്ള സ്നേഹത്തിൽ വീഴ്ച വരുന്നത്. आज बहुत से लोग प्रभु का अनुग्रह में भी वो लोग गिर जाते हैं, या प्रभु का अनुग्रह में वो लोग को सही लागू आनंद उठा नहीं पाते. क्यों? क्योंकि वो लोग प्रेम में गिर जाते हैं. इसके लिए പ്രിയമുള്ളവരെ, കൃപ നമുക്ക് ഈ ലോകയാത്രയിൽ എപ്പോഴും കൃപ അത്യാവശ്യമാണ്. क्योंकि प्रियो इस संसार की इस यात्रा में, दुनिया में हम यात्रा करते समय में अनुग्रह हमें बहुत ज्यादा जरूरी है. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിൽ ക്ഷയം വരാൻ പാടില്ല. ऐसा है तो प्रभु की ओर का प्रेम के विषय में आते समय में कोई कमी नहीं आना चाहिए. ഇതും നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ये भी अपने आप में जांचने वाली बात है. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ട ഒരു വാക്യം എഫേസ്യ ലേഖനം 6:24 एफेसों का पुस्तक 6:24 में, एफेशियंस 6:24 में हम पढ़ते हैं. 6 അവസാന വാക്യമാണ്. उसका आखिरी वाक्य है वो, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപ ഇരിക്കുമാറാകട്ടെ. അക്ഷയമായി 6:24 जो हमारे प्रभु यीशु मसीह से सच्चा प्रेम, ओके, अनुग्रह होता है. हाँ, जो सच्चा प्रेम करता है उस पर क्या होता है, अनुग्रह होता है. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന അർത്ഥത്തില. എന്നാലും ഒന്നുകൂടെ ആഴമാ വിഷയം. നമ്മുടെ സ്നേഹത്തിന് നമുക്കറിയാമല്ലോ, പിന്നെ മത്തായി 24:12 വായിക്കുന്നില്ലേ, അനേകരുടെയും സ്നേഹം തണുത്തു പോകുന്നു. അപ്പം സ്നേഹം തണുക്കാൻ പാടില്ല, സ്നേഹം കുറയാൻ പാടില്ല. അക്ഷയം എന്ന് പറഞ്ഞാൽ ക്ഷയിക്കാത്ത സ്നേഹം, നിലനിൽക്കുന്ന സ്നേഹം. ആ സ്നേഹം ഉള്ളവരോട് കൂടെ ക്രമീകരിക്കുന്ന മാത്യു 24 അല്ല, പിന്നെ മറ്റേ ഇത് നമ്മൾ स्नेह तणकुन्न അത് മത്തായി 24:12. हाँ, मत्ती का पुस्तक 24:12 में उधर हम पढ़ते हैं कि वो प्रेम ठंडा हो सकता है करके. तो मैं वो क्यों वो वाक्य लेना चाहता हूँ, क्योंकि एफिसियों में अभी हमने पढ़ा कि सच्चा प्रेम, हिंदी का वो परिभाषा में हम देखते समय, मलयालम परिभाषा में पढ़ते समय में, कभी ना मुरझाने वाला, हमेशा स्थिर रहने वाला प्रेम से हमें प्रेम करना है. सच्चा प्रेम से भी एक उत्तम शब्द है वो. तो मतलब सच्चा प्रेम मतलब क्या है, एक ऐसा स्थिर प्रेम से रहते समय में क्या होता है कि हमारा प्रेम कभी ठंडा नहीं होगा, हमारा प्रेम से गिरेगा नहीं, बल्कि हमेशा स्थिर रहने वाला, कभी छाया कम ना होने वाला प्रेम में स्थिर से प्रेम करना. वो सच्चा प्रेम में क्या होता है, प्रभु का अनुग्रह भी रहता है. നമുക്കറിയാലോ, നമുക്ക് ചിലരൊക്കെ ആദ്യം ഭയങ്കര സ്നേഹം, വിവാഹം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും കൂടെ ആദ്യം ഭയങ്കര സ്നേഹമായിരിക്കും. ഒരു കുട്ടി ഉണ്ടായ ശേഷം എന്ത് സംഭവിക്കുന്നത്?
ഒരു അല്പം സ്നേഹത്തിന് ഒരു ചെറിയ കുറവുണ്ടാകും. हम देखते हैं पति पत्नियों के जीवन में, अगर देखते समय में शादी के शुरुआत के दिनों में आपस में बहुत प्रेम रहता है, प्रेम का माप में एकदम ऊपर वो लोग माप में रहता है, लेकिन एक बच्चा हो जाने के बाद फिर थोड़ा समय के बाद क्या आता है, प्रेम कम होते गिरते रहता है. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം നമുക്ക് കർത്താവിനോടുള്ള ബന്ധത്തിലാകാൻ പാടില്ല. इस तरह का कमी जो हो रहा है जीवन में, ऐसा प्रभु के विषय में प्रेम में कमी नहीं होना चाहिए, कम नहीं होना है. കാരണം കർത്താവിനുള്ള ഈ സ്നേഹത്തിന്റെ വിഷയത്തിൽ ഒരു അല്പം പോലും വീഴ്ച വരാൻ പാടില്ല. क्योंकि प्रेम के विषय में कभी भी कोई बात का गिरावट नहीं आना चाहिए. നമുക്കറിയാം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇത് വളരെ വിലപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. हम जानते हैं पुराने नियम हो या नए नियम हो, ये विषय बहुत ही गंभीर है. ഇസ്രായേലിനോട് പറയുമ്പോൾ നമുക്കറിയാം ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 5-6 വാക്യം. व्यवस्था का पुस्तक उसका 6वां अध्याय 5 और 6 में, ड्यूट्रोनॉमी चैप्टर 6 वर्स 5 and 6. അപ്പോൾ അവിടെ നമ്മൾ എന്താ വായിക്കുന്നത്? उधर हम क्या पढ़ते हैं इसराइल के विषय में? നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. हाँ, तुम्हारे ये हृदय में ये बात बने रहे कि तुम लोग यहोवा परमेश्वर को पूर्ण हृदय से, पूर्ण मन से और पूर्ण शक्ति से तुम प्रेम करो करके. അപ്പോൾ ഈ കൽപ്പന എന്നുള്ളത് ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പനയായിട്ട് കർത്താവ് പഠിപ്പിച്ചു. और ये आज्ञा जो प्रभु ने दिया है, यहाँ पर जो लिखा हुआ आज्ञा, ये व्यवस्था का सबसे बड़ा आज्ञा, सबसे पहला और प्रधान आज्ञा है करके प्रभु ने सिखाया भी है. നമുക്കറിയാം കർത്താവിന്റെ അടുക്കൽ വന്ന ഒരു വൈദികൻ ചോദിച്ചു. प्रभु के पास आकर एक वैद्य ने पूछा, याजक ने, അപ്പോൾ അവൻ ചോദിച്ചു ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത്? उसने कहता है कि व्यवस्था में सबसे बड़ा आज्ञा कौन सा है? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും മത്തായി 22-ാം അധ്യായത്തിന്റെ 35, 36, 37, 38 വാക്യങ്ങളാണ് ഈ പറയുന്നത്. मैं आप लोगों को वचन मालूम होगा, मत्ती का सुसमाचार उसका 22वां अध्याय है, उसका 35 से लेकर 40 तक पढ़ते समय में हमें मालूम पड़ता है. അപ്പോൾ ഇവിടെ കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്, तो इधर प्रभु उनको याद दिलाता है. യേശു ആ പുരോഹിതനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അവൻ മറ്റൊരു ഭാഗത്തെ ന്യായശാസ്ത്രി എഴുതിയിരിക്കുന്നത്, ഇവിടെ പുരോഹിതനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അതിന് 35-ാം വാക്യത്തിലുണ്ട്, അവരിൽ ഒരു വൈദികൻ व्यवस्था पालक. ഓക്കെ. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാല്, लेकिन यहाँ का विषय ये है, കർത്താവ് അവനോട് പറയാണ്, प्रभु उससे कहता है, അപ്പൊ ഇവൻ ചോദിക്കുന്നത് ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത്? उसको वो कहने लगा कि व्यवस्था में सबसे बड़ा आज्ञा कौन सा है? അപ്പോൾ ഏറ്റവും വലിയ കൽപ്പനയായി ഇന്ന് എല്ലാവരും തെറ്റിക്കുന്നത്. आज सबसे बड़ा आज्ञा को ही, जो बड़ा आज्ञा उसी को उल्लंघना करते हैं. അതെന്താ വലിയ കൽപ്പന? वो बड़ा आज्ञा क्या है? കർത്താവ് പറയാണ്, प्रभु कहता है, യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. उसका 37 में हम कहता है कि परमेश्वर अपने प्रभु को तुम अपने सारे मन से और अपने सारे प्राण से और अपने सारे बुद्धि के साथ तुम प्रेम रखो, यही सबसे बड़ी और मुख्य आज्ञा है. 38 में भी हम पढ़ते हैं. നമ്മൾ ചിന്തിക്കുക, यह हमें सारा सोचना है, ഏറ്റവും മുഖ്യമായ കൽപ്പന, ये बड़ी और मुख्य आज्ञा है. ഞാൻ ഇതിനോട് പിന്നെ ചേർന്ന് വരുന്ന ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. इसी के साथ जुड़ा हुआ एक और वाक्य मैं पढ़ना चाहता हूँ. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം, लूका का सुसमाचार, गॉस्पेल ऑफ लूक, അതിന്റെ 10-ാം അധ്യായം, 10वां अध्याय, लूक चैप्टर 10. ഓക്കെ. അതിന്റെ 27-ാം വാക്യം, उसका 27वां वाक्य में, അതിന്റെ 27, ഓക്കെ. പിന്നെ 27-ാം വാക്യത്തിൽ നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. तो उसमें पढ़ेंगे उसका 10 का 27 में. उसने उत्तर दिया, तू प्रभु अपने परमेश्वर से अपने सारे मन और अपने सारे प्राण और अपने सारी शक्ति और अपने सारी बुद्धि के साथ प्रेम रख और अपने पड़ोसी से अपने समान प्रेम रख. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, इधर भी हम देखते हैं, കർത്താവ് അവനോട് പറയുകയാണ്. അപ്പൊ ഇവനിവിടെ വന്ന് ചോദിക്കുന്നത്, ഞാൻ നിത്യജീവനെ അവകാശമായി തീരുവാൻ എന്ത് ചെയ്യണമെന്നാണ്. वहां पर वाक्य 25 में उधर वो प्रमाणी आकर कहता है कि मैं अनंत काल का जीवन प्राप्त करने के लिए मैं क्या करूं? അപ്പോൾ അതിനും കർത്താവ് കൊടുക്കുന്ന ഉത്തരം ഇതാണ്. उधर भी प्रभु ये जवाब देता है, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? व्यवस्था में क्या लिखा गया है? നീ എങ്ങനെ വായിക്കുന്നു? तू व्यवस्था को कैसा पढ़ता है? അപ്പോൾ അവൻ തന്നെ പറയുകയാണ്, तो उसने कहा, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. तुम अपना प्रभु परमेश्वर को अपने सारा मन से,
से और अपने सारे प्राण से और अपने सारे शक्ति और अपने सारे बुद्धि के साथ तुम प्रेम रखो। കാരണം ഇവൻ ന്യായശാസ്ത്രിയാണ്. क्योंकि ये एक न्यायशास्त्र यानी कि व्यवस्था को पालन करने वाला व्यक्ति है। ഇവന് ന്യായപ്രമാണം നല്ലവണ്ണം അറിയാം. ये व्यवस्था को अच्छी तरह से जानता है, അതുകൊണ്ട് അവൻ തന്നെ കർത്താവിനോട് പറയുകയാണ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. इसलिए वो खुद वो व्यवस्था को पढ़कर वो कहता है कि व्यवस्था में ऐसा लिखा है। എന്നിട്ട് അവൻ തന്നെ പറയുന്നുണ്ട് എന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. और फिर क्या कहता है उसका आखिरी में 27 का आखिरी में, और अपने पड़ोसी से भी तुम इस तरह अपना इस समान प्रेम करना। मैं അപ്പോൾ കർത്താവ് പറഞ്ഞു നീ പറഞ്ഞ ഉത്തരം ശരി. 28 में प्रभु कहता है कि तूने जो जवाब उत्तर दिया वो सही है, അങ്ങനെ ചെയ്യുക. और ऐसा ही तू करना। അപ്പോൾ ഇവൻ ഉടനെ ഒരു ചോദ്യം കൂടെ. तो इसके साथ उसने एक और सवाल पूछता है। അവൻ നോക്കണം ഇവൻ നല്ല ബുദ്ധിമാനായ ഒരു വ്യക്തിയാണെന്ന് ഈ സംഭാഷണത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ये आदमी कोई साधारण आदमी नहीं, लेकिन एक बुद्धिमान आदमी है करके ये बात करने के तरीके से मालूम पड़ता है। 29 വാക്യത്തിൽ അവൻ തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട് എന്റെ കൂട്ടുകാരനാർ എന്ന് ചോദിച്ചു. तो 29 में पूछता है कि परंतु वो अपने आप को धर्मी ठहराने का कोशिश करते हुए उस इच्छे से वो यीशु को पूछता है कि फिर मेरा पड़ोसी कौन है। നമ്മുടെ കർത്താവ് എത്ര നല്ല ഗുരുവല്ലേ. लेकिन हमारा प्रभु कितना अच्छा गुरु है। എത്ര ലളിതമായിട്ടാണ് പ്രിയമുള്ളവരെ ആ ചോദിച്ച വ്യക്തിയോട് സ്നേഹത്തോടെ താൻ പറഞ്ഞു കൊടുക്കുന്നത്. कितना स्पष्ट रीति से, प्रेम से, आसान भाषा से, प्रेम से, सुंदर रीति से वो सवाल का जवाब देता है। അല്ലാതെ ഒരു ചോദ്യം ചോദിച്ചു നീ എന്നോട് തിരിച്ചും മറിച്ചു ഇങ്ങനെ ചോദിക്കുന്നത് അവർക്ക് ദേഷ്യപ്പെട്ടില്ല. तो ऐसा नहीं है कि तू मुझसे सवाल पूछ रहा है, दोबारा सवाल पूछ कर बोलकर मेरे से तर्क कर रहा है क्या बोलकर ऐसा गुस्से में उत्तर नहीं दिया। കർത്താവ് എത്ര ശാന്തമായിട്ട് എത്ര ലളിതമായിട്ടാണ് ആ കാര്യം വിവരിച്ചു കൊടുക്കുന്നത്. प्रभु कितना शांति से और प्रेम से वो स्पष्ट होकर वो जवाब देता है। നമുക്കറിയാം അതിന്റെ 30 വാക്യം മുതൽ നമ്മൾ പിന്നെ അതിന്റെ 37 വരെ വായിക്കുമ്പോൾ उसका 30 से लेके 37 तक 30 to 37 पढ़ते समय में നിങ്ങൾക്ക് ഈ സംഭവങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഞാനത് മുഴുവൻ വായിപ്പിക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നില്ല. तो अभी ये आपको ये अवस्था मालूम है, इसके लिए मैं पूरा बातों को नहीं बता रहा। അതിന്റെ മറ്റൊരു ഗഹനമായ ആത്മീയ അർത്ഥത്തിലേക്കും ഒക്കെ പോകുന്നില്ല. और उसका वो विषय का आत्मिक अर्थ में भी मैं नहीं जाना चाहता। അപ്പോൾ ഇവിടെ ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എരികോയിലേക്ക് പോയ മനുഷ്യന് സംഭവിച്ച കാര്യങ്ങളാണ് വർണ്ണിച്ചിരിക്കുന്നത്. यहाँ पर एक मनुष्य जो यरूशलेम से यरीको जाते का अवस्था में उसको क्या हो गया करके वहाँ पर हम देखते हैं। അപ്പോൾ അവൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടുന്നു. चोरों ने आके उसको पकड़ा, അവനെ അടിച്ചിടിച്ച് ഉള്ളതെല്ലാം ഓടിച്ചിട്ട് പോകുന്നു. और वो लोग उसको मार कर गिरा कर अर्ध प्राण रखकर उसके बाद जो भी कुछ था उसको चुरा कर लेकर गया। അവൻ ഇങ്ങനെ പിന്നെ മരണത്തോട് മല്ലടിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. और वो मृत्यु को अवस्था में ऐसा पड़ा है, मतलब कभी भी मर सकता है ऐसा अवस्था में है वो। അപ്പോൾ ആ യഹൂദനായ മനുഷ്യൻ ഈ വഴിയിൽ കിടക്കുമ്പോൾ അതാ ഒരു പുരോഹിതൻ വരുന്നു. तो ये आदमी इधर नीचे पड़ा हुआ रहते समय में देखो सामने से एक याजक आता है 31 में। എന്നിട്ട് ആ പുരോഹിതൻ എന്ത് ചെയ്തു? അവനെ കണ്ടിട്ട് മാറി കടന്നു പോയി കളഞ്ഞു. और याजक क्या किया, वो उसे देखकर वो वहां से बाजू से वो चला गया। ഒരു വിധത്തിൽ അവൻ വളരെ പ്രതീക്ഷ വെച്ച് കാണും. यानी कि ये मरा हुआ व्यक्ति बहुत आशा रखा होगा ये याजक मुझे बचाएगा करके। എന്നാൽ ആ പ്രതീക്ഷ അസ്ഥാനത്തായി പോയി. लेकिन वो क्या होगा, उसका वो आशा बुझ गया। വീണ്ടും നമ്മൾ നോക്കുമ്പോൾ ഒരു ലേവിയോട് പോയി. फिर वहां से हम देखते कि एक लेवी वहां से गया, അവനും മാറി കടന്നു പോയി. वो भी बाजू से हटकर चला गया। നമ്മൾ ചിന്തിക്കണം, നമ്മൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികളെല്ലാം നമുക്ക് ഉപകാരമായി വന്നെന്ന് വരികയില്ല. हमें जिन लोगों से ज्यादा उम्मीद रखा होगा कि आशा रखा और ये हमें बचाएगा, वो सब जरूरी नहीं हमें बचाएंगे। എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നതാണ് लेकिन इधर हम क्या देखते हैं, ഒരു സമരിയക്കാരൻ. एक समरी वहां से आता है। ഞാൻ ചിന്തിക്കുന്നത് ഈ സമരിയക്കാരനെ കണ്ടപ്പോൾ ഇവന്റെ ഉള്ള ജീവന്റെ പകുതികൾ പോയി. मैं विश्वास करता हूँ कि ये मरा हुआ व्यक्ति समरियन को देखकर और भी मुरझाकर और मर गया अवस्था में चला गया होगा। കാരണം ഇവൻ വന്നാൽ എന്തെങ്കിലും ഉപദ്രവിക്കാനല്ലാണ്ട് അവൻ എന്തെങ്കിലും ഒരു സഹായം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാനൊരു വകുപ്പൊന്നും. क्योंकि ये समरिया आएगा, ये मदद करेगा ऐसा तो सोचा ही नहीं, लेकिन ये अगर और उपद्रव कर सकता है और सता सकता है करके ऐसा सोचा होगा। കാരണം അങ്ങനെയാണ് അവരുടെ ആ കിടപ്പ്. क्योंकि समरिया और यहूदियों का रिश्ता अगर देखा जाए तो इस रीति से उन लोगों का उधर का चाल चलन है। എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് लेकिन इधर हम देखते हैं തികച്ചും വ്യത്യസ്തമായി. एकदम अलग स्वभाव को हम देखते हैं। നമുക്കറിയാം ആ സമരിയക്കാരൻ വന്നിട്ട് അവനെ ശുശ്രൂഷിക്കുക. हम देखते हैं कि वो समरिया वहां पर आकर उसका देखभाल कर रहा है। അപ്പോൾ ഈ ശുശ്രൂഷകൾ നടത്തിയതിനു ശേഷം അവൻ മടങ്ങിപ്പോവുകയാണ്. फिर वो इस तरह का देखभाल करके उसको सहाय करके सेवा कर फिर वो वापस जा रहा है। അപ്പോൾ ഈ കാര്യം പറഞ്ഞിട്ട് കർത്താവ് ഈ ന്യായശാസ്ത്രോട് ചോദിക്കുകയാണ്, ये सब कार्य हो जाने के बाद प्रभु अभी वो प्रमाणी से वो न्याय अधिकारिक से पूछ रहा है, ഇവിടെ 3 പേരെ നീ കണ്ടല്ലോ, इधर तू 3 लोगों को देखा ना, ഇവര് 3 പേരിൽ ആരാണ്
ഈ വ്യക്തിക്ക് കൂട്ടുകാരനായി തീർന്നത്? ये 3 लोगों में से कौन है जो उसको अच्छा सहायक या फिर पड़ोसी बन गया? അതിന്റെ 36 വാക്യത്തിൽ കാണാം. उसका 36 में हम पढ़ते हैं, കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു. हाँ इसमें से देखते जो कौन है वो जो 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 चोरों से उसको बचाकर ये तीनों में से कौन है जो उसका सच्चा पड़ोसी ठहरा? അപ്പോൾ അവൻ പറയാണ്, तो उधर प्रभु कहता है, वो व्यक्ति कहता है അവനോട് കരുണ കാണിച്ചവൻ. जो उसके ऊपर दया दिखाया वो. അപ്പോൾ യേശു പറയാണ്, അവനോട് നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. प्रभु भी कहने लगा इस तरह तू भी इसी रीति से करना. അപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യം എന്താ അറിയോ? इधर भी हम देखते हैं, എന്താണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്? इधर हम क्या पढ़ते हैं, क्या समझते हैं? ആരാണ് ആ സ്നേഹിതൻ? वो सच्चा प्रेमी कौन है, पड़ोसी कौन है? ആർക്കെന്തെങ്കിലും സഹായം അർഹിക്കുന്നോ ആ വ്യക്തിയെ സഹായിക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ. यानी कि सच्चा पड़ोसी, सच्चा मित्र कौन है? जब वो देखता है कि उसका सहभागिता, उसका भाई या दोस्त मित्र एकदम मदद का अवस्थे में है, उस मदद के अवस्थे में जो व्यक्ति मदद करेगा वो उसका सच्चा मित्र पड़ोसी बनता है. Praise the Lord. आमीन. കൂട്ടുകാരനെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? क्या आप अपने दोस्तों के पड़ोसी को पहचान पा रहे हैं क्या? നമുക്ക് നമ്മുടെ കൂട്ടുകാരനെ തിരിച്ചറിയണം. हमें अपना सच्चा मित्र या सच्चा पड़ोसी को पहचानने होना चाहिए. ഏതെങ്കിലും സഹായം അർഹിക്കുന്ന ഒരു വ്യക്തിയെ നാം കണ്ടെത്തുന്നെങ്കിൽ, നമുക്ക് അവരെ സഹായിക്കാൻ കഴിയുന്നുവെങ്കിൽ ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ ഈ സഹായിക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ അവന്റെ സ്നേഹിതനായി മാറുകയാണ്. आमीन. इसके लिए हमें जब भी खोजते समय में किसी को भी सहायता कर सके, मदद कर सके, ऐसा परिस्थिति अगर हमारे अंदर आया और वो परिस्थिति में हम वो व्यक्तियों को मदद कर रहे हैं, उन लोगों का सहायता कर रहे हैं, तो सहायता जिसको उपलब्ध हुआ वो व्यक्ति के लिए सबसे बड़ा अनुभव क्या रहेगा? ये मदद करने वाला आदमी, सहाय करने वाला आदमी मेरा सच्चा पड़ोसी है. അപ്പോൾ നമുക്ക് കൂട്ടുകാരനെ തിരിച്ചറിയാൻ ഇനി വിഷമമുണ്ടോ? इसके लिए अभी पड़ोसी को पहचानने के लिए आप लोगों को तकलीफ होता है क्या? നമുക്ക് എല്ലാവർക്കും ഒരു കൂട്ടുകാരൻ എന്ന പോലെ പ്രവർത്തിക്കാം. आओ हम लोग सब लोग एक सच्चा पड़ोसी के रूप में, एक सच्चा मित्र के रूप में एक दूसरे का सेवा करें. അർഹിക്കുന്നവർക്ക് നമുക്ക് നമ്മളാവുന്ന സഹായം ചെയ്യാം. जो लोगों को जरूरत है हमसे जितना हो सके उतना हमें मदद करना है. പ്രിയമുള്ളവരെ, നമുക്ക് ലഭിച്ച അത് വലിയ സ്നേഹമല്ലേ? क्योंकि हमें मिला हुआ प्रेम कितना बड़ा प्रेम है ना. ഞാൻ അതാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. यही मैं आप लोगों से बताना चाहता हूँ. നമ്മൾക്ക് ലഭിച്ച സ്നേഹത്തിന് മുമ്പിൽ നമ്മൾ പകരുന്ന സ്നേഹം എത്ര ചെറുതാ. प्रिय, हमें मिला हुआ प्रेम के सामने हम जो बांटते हैं वो कितना छोटी बात है, क्योंकि हमको मिला हुआ प्रेम कितना बड़ा प्रेम है ना. ഞാൻ കഴിഞ്ഞ ദിവസവും 1 യോഹന്നാൻ 3:1 ഓർപ്പിച്ചു. मैं आप लोग गए दिनों में भी पहला यूहन्ना 3:1 मैंने आप लोग को याद दिलाया था. ആൺമീൻ നാം ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആവുന്നു. എത്ര വലിയ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും വർണ്ണിക്കാൻ കഴിയത്തില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചല്ലോ, അതിന്റെ നീളവും അതിന്റെ ആഴവും അതിന്റെ ഉയരവും വീതിയും ഇതൊന്നും നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല. पहला यूहन्ना 3:1 पढ़ेंगे. 1 जॉन 3:1. देखो पिता ने हमसे कैसा प्रेम किया है, हाँ, कैसा प्रेम किया है, यानी कि कैसा बड़ा प्रेम किया करके आना चाहिए. तो वो लोग ऐसा बड़ा प्रेम हमसे किया है. किस तरीके का प्रेम है? वो बड़ा प्रेम है जो वर्णन से भी बाहर है. हमने गए दिनों में प्रेम का ऊंचाई, लंबाई, गहराई, चौड़ाई के बारे में सुना, यानी कि उसको सीमा नहीं है. उतना बड़ा प्रेम से, इस तरह का प्रेम से हमसे प्रेम किया है. ദൈവങ്ങളുടെ ആ സ്നേഹത്തെ നമ്മൾ എപ്പോഴും ധ്യാനിക്കണം. उस प्रेम को हमें हमेशा मनन करना है. എത്ര വലിയ സ്നേഹം, कितना बड़ा प्रेम. ആ സ്നേഹത്തെ നമുക്കറിയാം. നമ്മുടെ പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. हम जानते हैं कि वचन में हम पढ़ते हैं कि हमारे ज्ञान से भी परे है वो प्रेम. അതിന്റെ നീളം അളക്കാൻ ആർക്കും കഴിയില്ല. उसका लंबाई को कोई माप नहीं सकता. അതിന്റെ ആഴം അളക്കാൻ ആർക്കും उसका കഴിയില്ല. गहराई को कोई माप नहीं सकता. അതിന്റെ വീഡിയോ, അതിന്റെ ഏതെങ്കിലും ഒരു കാര്യം നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്കത് കഴിയില്ല. उसका चौड़ाई, गहराई को कोई, ये सब बातों को कोई भी परमेश्वर का प्रेम को माप करके इतना माप है करके बोलने का कोई भी मनुष्य ऐसा नहीं कर सकता. അത് നമ്മുടെ പരിജ്ഞാനത്തെ പോലും കവിയുന്ന സ്നേഹം. वो हमारे ज्ञान से भी परे है, हमारे समझ से भी बाहर वाला प्रेम है वो. നമ്മൾ ആ സ്നേഹമല്ലേ പഠിക്കണ്ടേ? उस प्रेम के बारे में हम लोग सीखना चाहिए ना. ആ സ്നേഹമാണ് നമ്മളിൽ ഇന്നുള്ളത്. वो प्रेम आज हमारे अंदर है. ആ സ്നേഹമാണ് നമ്മൾ പകരേണ്ടത്. वो प्रेम हमें बांटना है. ആ സ്നേഹത്തിലാണ് നമ്മൾ എല്ലാം ചെയ്യേണ്ടത്. उस प्रेम में हमें सब कुछ करना है. അത് നമ്മളിൽ നിന്നുള്ളതല്ല കേട്ടോ. वो हमारे ओर से नहीं है, നമ്മളിൽ വസിക്കുന്ന ദൈവാത്മാവിൽ നിന്നും വെളിയിൽ വരുന്ന സ്നേഹമാണ്. बल्कि हमारे अंदर बसा हुआ पवित्र आत्मा के द्वारा प्रकट होने वाला प्रेम है. Praise the Lord. Amen. ആ സ്നേഹത്തിൽ നമുക്ക് സ്നേഹിക്കാൻ കഴിയണം. उस प्रेम में हमें प्रेम करने होना चाहिए. ആ സ്നേഹത്തിൽ സ്നേഹിക്കുമ്പോൾ പിന്നെ ആ സ്നേഹത്തിൽ നമ്മൾ തളർന്നു പോയേല, നമ്മൾ ആ സ്നേഹം കൊഴിഞ്ഞു പോയേല, അത് വറ്റിപ്പോയേല, അത് എപ്പോഴും അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹം. तो ये प्रेम प्रभु के आत्मा के मदद से अगर हम प्रेम करेंगे, आत्मा से भरकर हम प्रेम करेंगे, तो वो प्रेम कभी मुरझाएगा नहीं, वो प्रेम कभी सूखेगा नहीं, वो प्रेम कभी ठंडा नहीं होगा.
നമ്മൾ 1 യോഹന്നാൻ 4:9 വായിക്കുന്നുണ്ടല്ലോ. पहला यूहन्ना 4:9 में, 1 John chapter 4:9, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മളുള്ള സ്നേഹം പ്രത്യക്ഷമായി. पढ़ेंगे पहला यूहन्ना 4:9, 1 John 4:9। जो प्रेम परमेश्वर हमसे रखता है वो इससे प्रकट हुआ है कि परमेश्वर ने अपने एकलौते पुत्र को जगत में भेजा है हाँ। कि हम उसके द्वारा जीवन पाएं। हाँ, तो वो उससे प्रकट हो चुका है, परमेश्वर का वो प्रेम प्रकट हो गया है, हम जीवन पाए, ये बात का प्रकट हो चुका है। ഞാൻ നിങ്ങളെ ഇവിടെ വീണ്ടും ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, यहाँ पर मैं फिर से आपको एक बात याद दिलाना चाहता हूँ। നമ്മളെ തന്നെ സൂക്ഷിക്കേണ്ടതും നമ്മൾ വ്യാപാരം ചെയ്യേണ്ടതും നമ്മൾ ദൈവത്തിൽ നിന്നും പ്രാപിച്ച ആത്മാവിനോട് നമുക്ക് ലഭിച്ച സ്നേഹത്തിലാണ്. इसके लिए प्रिय, हमें जो प्रेम हमें जो मिला है और जो प्रेम हमें बांटना है, जब भी हमें प्रेम करना है, ये सब हमें प्रभु के आत्मा से, जो हमारे अंदर आत्मा मिला है, उस आत्मा के ओर से करने वाला प्रेम का बात है। നമ്മൾ ഒരിക്കലും ആ സ്നേഹത്തിൽ നിന്നും വെളിയിൽ പോകാനായിട്ട് നമ്മളെ സമ്മതിക്കാതിരിക്കുക. हमें हमेशा इस प्रेम हमसे ना हट जाने के लिए हमें हमेशा यत्न करना है। യൂദായുടെ ലേഖനത്തില് 21-ാം വാക്യത്തിൽ വായിക്കുന്ന ആ വാക്യം നമ്മുടെ ശ്രദ്ധയിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. यूदा का पुस्तक उसका 21वां वाक्य में हम पढ़ते समय में ये वाक्य को ध्यान में रखना है। बुक ऑफ जूड वर्स 21। നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. उसका पढ़ेंगे 21, यूदा 21। अपने आप को परमेश्वर के प्रेम में बनाए रखो। हाँ, अपने आप को परमेश्वर के प्रेम में बनाए रखो, यानी कि उस प्रेम में हमें अपने आप को बनाए रखना है, संभाले रहना है। അപ്പോൾ നമുക്ക് ഏതൊരു വ്യക്തിയോടുള്ള ഇടപെടലെല്ലാം നമുക്ക് വെളിപ്പെട്ട് വരേണ്ടത് ഈ സ്നേഹമാണ്. यानी कि हम दूसरे व्यक्तियों के साथ जब भी कुछ भी कार्य करते समय में हमेशा क्या प्रकट होना चाहिए? परमेश्वर का ये प्रेम। കാരണം ഞാനൊരു ദൈവ പൈതലാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. क्योंकि मैं एक परमेश्वर का बच्चा हूँ, मैं एक मसीही हूँ। മറ്റൊരു വ്യക്തി ചെയ്യുന്ന കാര്യം അത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല, നമുക്ക് അത് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ലായിരിക്കാം, എങ്കിലും നമ്മളിൽ നിന്നും സ്നേഹമാണ് ഉപമിക്കേണ്ടത്. देखो, दूसरे लोग जब हमसे वार्तालाप करते समय में शायद हमको पसंद नहीं आएगा, शायद हमको गुस्सा आ सकता है, शायद हमको ऐसा किसी बातें रहेगा जो हमारे लिए उचित नहीं होगा, लेकिन वो लोग कैसा भी हमसे व्यवहार करें, हमें हमेशा प्रभु मसीह का प्रेम को प्रकट करना है। നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, ഉസ്കരിയോത്ത യൂദ വളരെ സ്നേഹഭാവത്തിൽ വന്ന് അന്നുണ്ടായിരുന്ന ശിഷ്യന്മാര് ഗുരുവിനെ കാണിക്കുന്നത് പോലെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഗുരു എന്ന് പറഞ്ഞ ഒരു ചുംബനം കൊടുത്തു. हम देखो यूदास इस्करियोत के बारे में हम जानते हैं ना, कितना प्रेम का नाटक करते हुए एकदम खुशी खुशी से आकर उस दिन जब भी एक गुरु और एक चेला आपस में मिलते समय में पहला वो लोग गुरु को लिपट कर वो लोग चुम्बन देते, उसी तरह उस दिन यीशु को गसमने में पकड़वाने के लिए यूदास इस्करियोत ने क्या किया? बाहर से क्या लगा, वो यीशु गुरु को मिल रहा है बोलकर गले मिलकर चुम्बन दिया करके लग रहा था, लेकिन वो चुम्बन क्या था? एक इशारा था यीशु को पकड़ने के लिए। അത് ശിഷ്യന്മാരൊന്നും തിരിച്ചറിഞ്ഞില്ല. तो वो समय में बाकी चेले लोग कोई पहचान नहीं पाया, समझ नहीं पाया, എന്നാൽ കർത്താവിന് അറിയാമായിരുന്നു. लेकिन प्रभु जानता था। അതുകൊണ്ടല്ലേ കർത്താവ് ചോദിച്ചത്, സ്നേഹിത, നീ ചുംബനം കൊണ്ടോ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നെന്ന് ചോദിച്ചു. इसलिए प्रभु उसको तुरंत क्या बोलता है? हे मित्र, क्या तू मुझे चुम्बन से परमेश्वर को मनुष्य के पुत्र को तू पकड़वाने के लिए आया है क्या? आमेन। മറ്റുള്ളതൊന്നും പറഞ്ഞില്ല. എത്ര നല്ല ശബ്ദത്തിലാണ് പറഞ്ഞു, സ്നേഹിത എന്നാണ് വിളിച്ചത്. कितना प्रेम से प्रभु गुस्से में होकर और कुछ बातें बोला नहीं, सिर्फ प्रेम से कहता है हे मित्र। ദൈവമക്കളെ, നമ്മൾ ഓരോ ദിവസവും വളരേണ്ടത് ഈ സ്നേഹത്തിലാണ്. इसलिए प्रियो, हमें हमेशा हमें इस प्रेम में हमें बढ़ना है। നമ്മളൊന്ന് ചിന്തിക്കുക, നമുക്ക് അങ്ങനെ ഒരു പ്രതികൂലങ്ങൾ നേരിടുമ്പോൾ നമുക്ക് അവിടെ ഉണ്ടാകുന്ന മനോഭാവവും നമ്മുടെ പെരുമാറ്റവും എങ്ങനെയായിരിക്കും? इसे ऐसा समय, ऐसा परिस्थिति यदि हमसे आएगा, हमारा अवस्था होगा, कोई हमें धोखा देते आते समय में हमको मालूम है ये धोखा देने वाला है, तब हमारा उत्तर क्या रहेगा? हमारा परिस्थिति क्या रहेगा? അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴേ നമുക്കത് ചിലപ്പോൾ പറയാൻ കഴിയും, അല്ലേ? शायद ऐसा अवस्था आएगा तो शायद तब भी हम लोग को बोलने होगा, अभी मालूम नहीं मुझे क्या, मैं क्या बोलूंगा। എങ്കിലും ഇത്രമാത്രം ഭീകരമല്ലാത്ത എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. लेकिन इससे भी छोटे छोटे बातें, ये तो बहुत भयानक बात है, इससे भी छोटा छोटा बातें, ऐसा बहुत सा जीवन हमारे जीवन में हुआ है। നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് കാണുവാനായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് നമ്മളെ ഒന്ന് കാണണം. इसके लिए प्रियो, हमारा जीवन क्या है, हमारा सच्चा अवस्था क्या है, ये बात प्रभु की उपस्थिति में बैठकर हमें अपने आप को जांच कर पहचानना है। എങ്ങനെ കാണണം? कैसा देखना है? ദൈവം നമ്മളെ കാണുന്നത് പോലെ നമ്മളൊന്ന് കാണണം.
जैसा परमेश्वर हमें देखता है वैसा हम अपने आप को देखना है। അപ്പോൾ എന്ത് സംഭവിക്കുന്നത് അറിയാമോ? तब क्या होगा? അതിനാ യഥാർത്ഥത്തിൽ വെളിപ്പാടെന്ന് പറയണേ. उसी को सच्चा प्रकटीकरण करके कहते हैं। ഈ ഒരു വെളിപ്പാട് കിട്ടിയാൽ ये प्रकटीकरण मिलने के बाद ഞാൻ ദൈവമക്കളോട് പറയട്ടെ, നമ്മളെല്ലാം ദൈവത്തിന്റെ പാദപീഠത്തിൽ ഉടനെ കമന്നടിച്ച് വീഴും. अगर उस रीति से अगर हमने देख लिया तो मैं अपने प्रियजनों को मैं कहना चाहता हूँ, उसी क्षण तब भी उसी अवस्था में क्या हो जाएगा, तुरंत ही हम अपने घुटने में आकर प्रभु के सामने हम गिर जाएंगे। നിങ്ങൾ അങ്ങനെ ഒരു പ്രകാശനം ഒന്ന് പ്രാപിക്കാൻ ഒന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ആയിരുന്നു നോക്കി. आप इस तरह का प्रकटीकरण पाने के लिए, इस तरह का प्रकाश पाने के लिए प्रभु की उपस्थिति में आओ और प्रार्थना करके देखो। നമ്മുടെ ഓരോരുത്തരുള്ള ഇടപെടല് ആ സ്ഥാനത്ത് കർത്താവായിരുന്നെങ്കിൽ എങ്ങനെ ഇടപെടുമായിരുന്നു, എന്നിൽ കർത്താവാണോ ഇപ്പോൾ ജീവിക്കുന്നത് നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാകാൻ വേണ്ടി ഞാൻ പറയുക. मैं ये क्यों बताना चाहता हूँ कि हमारा हर एक परिस्थिति के जीवन में आते समय में यीशु ये परिस्थिति के साथ कैसा कार्य करेगा, हमारा प्रभु इसका कार्य कैसा करेगा, ये बात का फर्क जानने के लिए, ये आप लोग पहचानने के लिए मैं ये कह रहा हूँ। എന്നാൽ അങ്ങനെയുള്ള എത്രയോ വിലയില്ലാത്ത പ്രവർത്തികളിലൂടെ നമ്മൾ ദൈവഹൃദയത്തെ ദുഃഖിപ്പിച്ചിട്ടുണ്ടാകും എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. लेकिन और ऐसी सब परिस्थितियों में हम लोगों ने जो कार्य हमने किया रहेगा वो परमेश्वर को कितने बार दुख हुआ रहेगा। ऐसा एक अच्छा मूल्यवान मौका प्रभु ने दिया लेकिन हमने प्रभु को दुखी कर दिया, ऐसा अवस्था भी आया रहेगा ना, ये भी पहचानना है। നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ സഭാ ജീവിതത്തിൽ, നമ്മുടെ ഔദ്യോഗികമായിരിക്കുന്ന മറ്റുള്ള ജീവിതത്തിലെല്ലാം നമുക്ക് കർത്താവ് നമ്മൾ ജീവിക്കുന്നു എന്ന ബോധത്തോടുകൂടി മറ്റുള്ളവരോട് ഈ സ്നേഹത്തിൽ ഇടപെടാൻ കഴിയുന്നുണ്ടോ? हमारा पारिवारिक जीवन में, हमारा कलीसिया का जीवन में, हमारा पड़ोसियों के साथ, हमारा कामकाज में, हमारे यात्रा में, ये सब जगह पर इस तरह का मसीह का ये प्रेम को हम प्रकट करके देने के लिए हो पा रहा है क्या? ദൈവമക്കളെ, നമ്മളെല്ലാവരെയും സ്നേഹിക്കാൻ കടപ്പെട്ടവരാ. प्रियो, हम सबको प्रेम करने के लिए हम जिम्मेदार है। നമുക്ക് സ്നേഹിക്കാൻ പാടില്ലാത്തൊരു കാര്യം ഇവിടെ ഉണ്ട്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. मुझे अचानक याद आया एक ऐसा बात भी है जिसको हमें प्रेम नहीं करना चाहिए, वो बात मैं बता देता हूँ। അതെന്താ അറിയോ? वो क्या है? അത് യോഹന്നാൻ 12:25. യോഹന്നാൻ 12:25 में, जॉन गॉस्पेल चैप्टर 12 वर्स 25। തന്റെ ജീവനെ സ്നേഹിക്കുന്നതിനല്ല അതിനെ കളയും, ഈ ലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നതിനല്ല അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. आमेन। पढ़ो कि किस बात को नफरत करना है करके जॉन 12:25 में, जॉन 12:25 में वहां पर पढ़ते हैं। അപ്പോൾ നമ്മൾ എല്ലാം സ്നേഹിക്കുന്നത് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു കാര്യം പറയാ, നമ്മൾ സ്നേഹിക്കാൻ പാടില്ലെന്ന്. तो देखो वचन कहते हैं कि सब बातों से हमें प्रेम करना है, लेकिन इधर एक बात बोला है जिसको हमें प्रेम नहीं करना चाहिए। वो पढ़ेंगे जल्दी से 12:25। जो अपने प्राण को प्रिय जानता है वो उसे खो देता है। हाँ। और जो इस जगत में अपने प्राण को अप्रिय जानता है हाँ। वह अनंत जीवन के लिए उसकी रक्षा करेगा। देखो मतलब अपना प्राण को अप्रिय जाना, मतलब अपना प्राण से प्रेम नहीं करना। അപ്പോൾ ഇവിടെ മലയാളത്തിൽ നല്ല പ്രയോഗമാണ്, തന്റെ ജീവനെ സ്നേഹിക്കുന്നതിനെ കളയും എന്ന് പറഞ്ഞാല് നമുക്ക് നമ്മുടെ ജീവനെ നമ്മൾ ഒരിക്കലും സ്നേഹിക്കരുത്. സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീരെ നഷ്ടം ഉണ്ടാകും. ये मलयालम में लिखा है कि जो अपना जीवन से प्रेम करेगा वो खो देगा, यानी कि जो अगर मैंने मेरा जीवन, मेरा जिंदगी से अगर मैंने प्रेम किया तो मैं खो दूंगा। അപ്പോൾ നമുക്ക് അതിനെ സ്നേഹിക്കാൻ പാടില്ല. इसके लिए अपना जीवन को प्रेम नहीं करना है, എന്നാൽ നമുക്ക് എല്ലാവർക്കും സ്നേഹം കൊടുക്കണം. लेकिन दूसरों को प्रेम बांटना है, എന്നാൽ നമ്മുടെ ജീവനെ നമ്മൾ സ്നേഹിക്കരുത്. लेकिन हमारा जीवन को हम प्रेम ना करें। അപ്പോൾ നമ്മൾ സ്നേഹിക്കേണ്ടതും സ്നേഹിക്കരുതാത്തതുമായിട്ടുള്ള अनेक വിഷയങ്ങളുണ്ട്. देखो जो बात को प्रेम करना चाहिए, कुछ बातों को प्रेम नहीं करना चाहिए, ऐसा बहुत से विषय बाइबल में लिखा है। അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്ക് നമ്മുടെ ജീവനെ സ്നേഹിക്കാൻ പോയാൽ നമ്മൾ ആ ജീവനെ കളയും. इसीलिए इधर हम क्या पढ़ते हैं, यदि कोई अपना जीवन से, अपना प्राण से कोई प्रेम करेगा तो उसे खो देगा। അപ്പോൾ നമുക്ക് നമ്മുടെ വലിയ കർത്തവ്യം, इसलिए हमारा सबसे बड़ा जिम्मेदारी, ദൈവമക്കൾ എന്നുള്ള നിലയിൽ, ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ നമ്മൾ എല്ലാവരെയും സ്നേഹിക്കാൻ കടപ്പെട്ടവർ. हम लोग परमेश्वर के बच्चे होने की वजह से, एक सच्चा मसीह होने की वजह से सभी लोगों से प्रेम को बनाए रखना ही हमारा जिम्मेदारी है। ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ദൈവമക്കളെ, നമ്മള് വലിയ കടക്കാരാണ്, നമുക്ക് ഒരുപാട് കടമുണ്ട് മറ്റുള്ളവരുമായിട്ട്. वास्तव में हम देखा जाए तो प्रियो, हम लोग एक बहुत बड़े कर्जदार है, दूसरों को प्रेम करने के विषय में एक बहुत बड़ा कर्ज हमारे ऊपर है। നമ്മൾ ആരെങ്കിലും കടക്കാരായിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? क्या कोई भी कर्जदार बने रहना इच्छा रखता है क्या? നമ്മൾ കടം ഒന്ന് തീർത്തേക്കണം. हमेशा कर्ज को खत्म कर देना चाहिए ना। നമ്മുടെ കയ്യിൽ ധാരാളം ഉണ്ടല്ലോ. क्योंकि हमारे पास भंडारता से भरा हुआ है ना, बहुत आएगा ना। ഉണ്ടായിട്ടും കൊടുക്കാത്തത് അത് മോശം. देखो जो बातें हैं उसको नहीं देना बोला तो शर्म की बात है ना। നമുക്കറിയാം, നമ്മളിൽ ആ ദിവ്യ സ്നേഹത്തിന്റെ വലിയ ഭണ്ഡാരമാണുള്ളത്. प्रियो, हमारे अंदर परमेश्वर का दिव्य प्रेम का भंडारता हमारे अंदर भरा हुआ है, കാരണം ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലുണ്ട്. क्योंकि परमेश्वर का वो प्रेम हमारे अंदर है। അതുകൊണ്ടാണ് നമ്മൾ റോമാലേഖനം 13-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ വായിക്കുന്നത്, അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത്, അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. रोमियो का पुस्तक 13 का 8 हम पढ़ेंगे, रोमन्स चैप्टर 13 वर्स 8। आपस के
हाँ, क्योंकि जो दूसरे से प्रेम रखता है उसने व्यवस्था पूरी की है। थैंक यू लॉर्ड। അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മൾ ന്യായപ്രമാണം മുഴുവനായി നിവർത്തിക്കും. Amen. इसलिए हम जब आपस में प्रेम करते समय में हम व्यवस्था को पूरा कर रहे हैं. അപ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചതെന്നുള്ളത് മറക്കരുത്. इसलिए प्रभु ने हमको क्या सिखाया है वो हम ना भूले. എന്തായിരുന്നു നമ്മുടെ കർത്താവിന് നമ്മളോടുള്ള കൽപ്പന? हमारा प्रभु हमारे विषय में क्या प्रभु ने हमको आज्ञा दिया? നമ്മൾ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കണം. हम अपने प्रभु से प्रेम करना है. അവനെ സ്നേഹിക്കാത്തവനൊക്കെ ശപിക്കപ്പെട്ടവനാണ്. जो प्रभु से प्रेम नहीं करता वो श्रापित है. അപ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്നവന്റെ ഏറ്റവും വലിയ അടയാളം അവൻ കർത്താവിനെ അനുസരിക്കും. और प्रभु को प्रेम करने वाले का सबसे बड़ा चिन्ह लक्षण ये रहता है कि वो प्रभु का आज्ञा का पालन करेगा. അങ്ങനെയാണെങ്കിൽ കർത്താവിന് നമ്മളോടുള്ള കൽപ്പന എന്താണ്? उस ऐसे विषय में ऐसा है तो फिर प्रभु को हमारे विषय में आज्ञा क्या है അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. वो हमें देखना है. യോഹന്നാൻ 5:12 വാക്യം. യോഹന്നാൻ 15 का 12 में हम पढ़ते हैं. जॉन गॉस्पेल 15:12. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എന്റെ കൽപ്പന. मेरा आज्ञा क्या है? 15 का 12 पढ़ेंगे. मेरी आज्ञा यह है कि जैसे मैंने तुमसे प्रेम रखा वैसे ही तुम भी एक दूसरे से प्रेम रखो। आमेन. അപ്പോൾ ദൈവമക്കളെ, നമുക്ക് ദൈവം നമ്മുടെ കർത്താവ് തന്നിരിക്കുന്ന അതിപ്രധാനമുള്ള പുതിയൊരു കൽപ്പനയുണ്ട്. അത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ तो സ്നേഹിക്കണമെന്ന്. ये प्रभु ने एक नया आज्ञा जो हमें दिया है, और वो नया आज्ञा क्या है कि जिस तरह मैंने तुमसे प्रेम रखा वैसे तुम भी आपस में एक दूसरे से प्रेम रखो. അപ്പോൾ ഇത് എന്നോടുള്ള ദൈവത്തിന്റെ കൽപ്പനയാണ്. ये परमेश्वर को मेरे ओर का एक आज्ञा है. അപ്പോൾ എങ്ങനെ സ്നേഹിക്കണം? कैसा प्रेम करना है? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ, അതാണ് അളവുകോൽ. तो वो परमेश्वर को हमें आपस में प्रेम करने का नाप क्या है, नापदंड क्या है? जैसा मैंने तुमसे प्रेम किया, जैसा प्रभु ने हमसे प्रेम किया, वो प्रेम है, वो हमारा नापदंड, वो उसको मापने का अवस्था. അപ്പോൾ നിങ്ങൾ തമ്മിൽ തമ്മിൽ ഞാൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. वैसे तुम भी एक दूसरे के साथ जैसा मैंने तुमसे प्रेम किया वैसा प्रेम रखो. അപ്പോൾ ആ സ്നേഹത്തെ നമ്മൾ പഠിക്കണ്ടേ? उस प्रेम के बारे में हमें सीखना है ना. കർത്താവ് പറഞ്ഞില്ലേ, എന്നോട് പഠിപ്പീൻ. प्रभु कहता है मुझसे आकर सीखो. താഴ്മ പഠിക്കണം. हमें आकर नम्रता सीखना ഈ है. സ്നേഹം പഠിക്കണം. ये प्रेम को सीखना है. നമുക്ക് അനേക കാര്യങ്ങൾ കർത്താവിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. ഒരു हमें ദിവസം. बहुत से बातें प्रभु से सीखना जरूरी है. അപ്പോൾ ഇവിടെ കർത്താവ് പറയാണ്, നിങ്ങൾ എന്റെ കൽപ്പനകളെ പ്രമാണിക്കണം. इस तरह प्रभु कहता है कि तुम मेरा आज्ञाओं को पालन करो. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്റെ സ്നേഹത്തിൽ വസിക്കും. अगर ऐसा है तो तुम मेरा प्रेम में बना रहेगा. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആ കാര്യം പറഞ്ഞിട്ട് കർത്താവ് പറയുന്ന ഒരു ശ്രേഷ്ഠമായ ഒരു വിഷയമുണ്ട്. इसी ये बात बोलकर प्रभु ने खास बात वहां पर बोला है. അതിന്റെ 13-14 വാക്യം. उसी का 13-14 में, ഞാൻ പറയുന്നത് യോഹന്നാൻ 15:13-14 വാക്യം. यानी कि जॉन गॉस्पेल चैप्टर 15 वर्स 13 and 14. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവന് കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ തന്നെ. तो आप पढ़ेंगे उसका 13 और 14 में. इससे बड़ा प्रेम किसी का नहीं कि कोई अपने मित्रों के लिए अपना प्राण दे। जो आज्ञा मैं तुम्हें देता हूँ, यदि उसे मानो तो तुम मेरे मित्र हो। आमेन. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമുക്ക് അനേക പദവികളുണ്ട് കേട്ടോ. इसलिए प्रिय, हमें बहुत सा पदवी प्रभु ने हमको दिया, स्थान दिया है. അപ്പോൾ ഇവിടെ നമുക്കൊരു കർത്താവിന്റെ സ്നേഹിതനായിരിക്കുവാൻ കഴിയുന്ന ഒരു മഹനീയ പദവി. तो हमें यहाँ पर प्रभु का मित्र बना रहना बोलना एक महान पदवी हमको मिल रहा है. ആരാണ് സ്നേഹിതൻ? सच्चा मित्र कौन है? അനുസരിക്കുന്നത്. जो आज्ञा का पालन करता है. ശ്രദ്ധിക്കുക. അപ്പോൾ ആരാണ് സ്നേഹിതൻ? ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ തന്നെ. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ. प्रभु का मित्र कौन है? जो मैं तुमको आज्ञा देता हूँ, यदि तुम उसको करोगे तो तुम मेरे मित्र हो. ദൈവത്തിന് ഒരു സ്നേഹിതനായിരിക്കുക എന്നുള്ളത് എത്ര വലിയ പദവിയാണ്. प्रभु का मित्र बनना बोला तो कितना श्रेष्ठ पदवी है ना प्रियो. ഇന്നും ആ സ്നേഹിതനുള്ള പദവിയിലേക്ക് ഉയരാത്തത് കൊണ്ട് കർത്താവിൽ നിന്നുള്ള ഒരു ഡയറക്റ്റ് സംഭാഷണ ശൈലി പല വിശുദ്ധന്മാർക്കും ഇല്ല. इसके लिए आज भी बहुत लोगों को प्रभु के साथ का अच्छा मित्रता का अनुभव में रह रहने की वजह से प्रभु के साथ का डायरेक्ट बातचीत करने का अवस्था, प्रभु से बात करने का वो अवस्था है, पर्सनली बात करने का अवस्था आज लोगों में नहीं है. നമുക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും ഇന്ന് കർത്താവ് നിങ്ങളുമായിട്ട് സംസാരിച്ചെന്ന്? आप लोग में से कितने लोग बोल सकते हैं कि आज मुझसे प्रभु ने बात किया? Praise the Lord. मैं. നമുക്ക് കർത്താവുമായിട്ട് ആമുഖമായി സംസാരിക്കുന്ന ഒരു അനുഭവം വേണം. इसलिए हमें प्रभु के सामने, प्रभु की उपस्थिति में हमेशा आमने सामने बात करने का अवस्था होना चाहिए. അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ ആർക്കെങ്കിലും? क्या इस तरह का अनुभव आप लोग को हुआ है क्या? അല്ല, ഈ ബൈബിളിലുണ്ടോ? क्या इस तरह बाइबल में है क्या? ഉണ്ടല്ലോ. है ना. ഇല്ലാത്ത കാര്യമൊന്നും അല്ല ഈ പറയുന്നത്. देखो, जो बातें नहीं है वो मैं नहीं बोलूंगा. നമ്മള് മോശയെ കുറിച്ച് വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 33:11 വായിക്കുന്നത്, हम लोग मूसा के विषय में हम पढ़ते हैं कि निर्गमन का पुस्तक उसका 33 का 11 में, एक्सोडस चैप्टर 33 वर्स 11. ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചതാ പറഞ്ഞിരിക്കുന്നത്. पढ़ेंगे 33:11 एक्सोडस निर्गमन. और यहोवा मूसा
हाँ इस प्रकार कोई अपने भाई से बातें करे। हाँ, भाई से या अपना मित्र से बात कर रहे हैं, आमने सामने बात कर रहे ആ, അല്ല, അവിടെ മിത്രനാ സ്നേഹിതൻ എന്നാ പറയണ്ടേ? हैं। ഇവിടെ भाई ना, Okay. हिंदी मराठी में मित्र है। मराठी में मित्र है ना। ആ, മറാഠിയില് മിത്രം എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ നമുക്ക് വേണ്ടതും സ്നേഹിതൻ എന്നാണ് വേണ്ടത്. हाँ, यानी कि एक्चुअली विषय वहाँ पर मित्रता का विषय है, मराठी में मित्र करके आया है। ആ, നമ്മൾ ഹിന്ദിയിൽ നിങ്ങൾ അതും തിരുത്തിയാലും കുഴപ്പമില്ല. हिंदी में उसको अगर बद करेक्ट करेगा तो भी चलेगा, അപ്പോൾ അവിടെ വരേണ്ടത് സ്നേഹിതൻ എന്നാ. यानी आना चाहिए मित्र करके। Praise the Lord. मैं അപ്പോൾ ഞാൻ പറയുന്ന സാരം, यानी कि कहने का विषय ये है, ദൈവം മോശയോട് തന്നെ ഒരു സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ സംസാരിച്ചു. जो मूसा ने जैसा अपने कोई मित्र से बात, परमेश्वर मूसा से कैसा बात करता था, जैसे कोई मित्र से बात कर रहा है। നമുക്കറിയാം, കർത്താവ് തന്നെ സാക്ഷിച്ച ഒരു കാര്യമുണ്ടല്ലോ, വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന അബ്രഹാമിനെ കുറിച്ച്. देखो, प्रभु ने खुद एक गवाही दिया हुआ विश्वास का पिता अब्राहम के बारे में। നമുക്കറിയാം, പിന്നെ അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെട്ടു. अब्राहम जो है परमेश्वर का मित्र है करके कहलाया गया था। നമ്മള് യാക്കോബ് 3 പ്രാവശ്യം അത് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. वो बाइबल में 3 बार ये बातें लिखा है। അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പേര് പ്രാപിച്ചു. അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ യാക്കോബ് 2:23 അവസാനം, याकूब 2:23 में उसका आखिरी भाग में हम पढ़ते हैं, അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പേർ പ്രാപിച്ചു. वो 2:23 का आखिरी पार्ट पढ़ेंगे। जेम्स चैप्टर 2:23 उसका लास्ट में ऐसा लिखा है कि वो परमेश्वर का मित्र कहलाया। हाँ, परमेश्वर का मित्र कहलाया। എന്നാൽ യേശയ്യാ 41:8 വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത്, എന്റെ ദാസനെ ഇസ്രായേലെ ഞാൻ തിരഞ്ഞ യാക്കോബേ, എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ. കണ്ടോ, ഇസ്രായേലിനെ വിളിക്കുന്നത് എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ എന്നാണ് അവിടെ നമ്മൾ വിളിക്കുന്നത് കാണുന്നത്. 41 वर्स 41:8. 41 का 8 में यशायाह का पुस्तक, उसका 41 का 41 का 8 में हम पढ़ते हैं। यशायाह चैप्टर 41 वर्स 8 में वहां पर इस्राएल के लोगों के साथ प्रभु जब बात करते समय में, हे मेरे दास इस्राएल को, जिसे याकूब को जिसने मेरा चुना है बोलकर, तुमने मेरा जो अब्राहम जो मेरा मित्र है करके वहां पर आना चाहिए। हे मेरे प्रेमी अब्राहम का वंश, अब्राहम के वंश, हे मेरा हे मेरे मित्र अब्राहम के वंश। ओके, मित्र लिखा। അപ്പോൾ ദൈവം ഇസ്രായേലിനെ വിളിക്കുന്ന ഒരു വിളിയായിട്ട് നമ്മൾ കാണുന്നത്. तो यहाँ पर परमेश्वर इस्राएल को बुलाते समय में इस तरह का नाम पदवी देकर बोल रहा है। ഇനി നമുക്ക് യഹോശാഫാത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. और योसाफात जब प्रभु से बात करते, प्रार्थना करते समय में, तब वहां पर एक बात उठाकर कहता है। നമ്മൾ 2 ദിനവൃത്താന്തം 20:7 दूसरा इतिहास 20 का 7 में, सेकंड क्रॉनिकल्स चैप्टर 20 वर्स 7। ഞങ്ങളുടെ ദൈവമേ, നീ നിന്റെ ജനമായ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്നും ഈ ദേശത്തിലെ നിവാസികളെ നീക്കിക്കളഞ്ഞ് അത് നിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിക്ക് ശാശ്വതമായി കൊടുത്തുവല്ലോ. हाँ, पढ़ेंगे दूसरा इतिहास 20 का 7, सेकंड क्रॉनिकल्स चैप्टर 20 वर्स 7। हे हमारे परमेश्वर, क्या तूने इस देश को निवासियों को अपनी प्रजा इस्राएल के सामने से निकालकर इन्हें अपने मित्र अब्राहम के वंश को सदा के लिए नहीं दे दिया? हाँ, अपना मित्र अब्राहम करके बोला है। അപ്പോൾ ഞാൻ പറയുന്ന സാരം പ്രിയമുള്ളവരെ, यानी मेरे कहने का विषय यह है, നമ്മൾ ദൈവത്തോട് അങ്ങനെയുള്ള ഒരു സ്നേഹിതൻ എന്ന അനുഭവത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുന്ന എത്ര ഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. हमें परमेश्वर के साथ एक मित्र का पदवी में उठाया जाने का वो पदवी कितना श्रेष्ठ है। ഈ അനുഭവങ്ങളെല്ലാം വിശുദ്ധന്മാർ പ്രാപിക്കണം. ये सारा अनुभव पवित्र जन प्राप्त करना चाहिए। കാരണം ഒരു സ്നേഹിതനാണെങ്കിൽ സ്നേഹിതനോടുള്ള ബന്ധത്തിൽ ദൈവം പറയുന്ന ഒരു കാര്യം ഞാൻ വിശേഷിച്ച് നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തി 18:17 तो एक मित्र के विषय में प्रभु जो याद दिलाना चाहता है, जो मैं आपको याद दिलाना चाहता हूँ, उत्पत्ति 18 का 17, जेनेसिस 18 वर्स 17। അപ്പോൾ യഹോവ അരുളി ചെയ്തത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുമോ? കണ്ടോ, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുമോ? वहां पर यहोवा क्या कहता है कि यहोवा कहता है कि मैं करने वाला कार्य को अब्राहम से मैं छुपा सकता हूँ क्या? ഓ, അതല്ലേ പ്രിയമുള്ളവരെ യഥാർത്ഥത്തിലുള്ള സ്നേഹിതനോടുള്ള സ്നേഹബന്ധം. वो ये तो एक सच्चा प्रेम करने वाला या फिर मित्र के साथ का एक अच्छा चिन्ह को दिखाता है ना, कि अब्राहम से मैं कुछ छुपाऊं क्या?
അപ്പോൾ ഇങ്ങനെയൊരു പദവിയിലേക്ക് നമുക്ക് ഉയരാൻ കഴിയുമോ? क्या इस तरह का पदवी में हम लोग उठ सकते हैं क्या? നമുക്ക് അങ്ങനെ കർത്താവിനെ സ്നേഹിക്കുന്നവരുമായിട്ട് മാത്രമേ ദൈവത്തിന് അവരെ സ്നേഹിതന്മാരായിട്ട് എടുക്കാൻ കഴിയൂ. देखो, जो प्रभु से सचमुच प्रेम करता है उन्हीं लोगों को प्रभु वो प्रेम का एक मित्रता का पदवी में उठा सकता है. അല്ലെ, ഒരു സ്നേഹിതൻ എന്ന പദവിയിലേക്ക് ഉയരുക എന്നൊക്കെ പറയുന്നത് നിസ്സാര കാര്യമല്ല. परमेश्वर का मित्र हो जाना बोलना, उस पदवी में ऊंचा उठाया जाना, ये कोई छोटी बात नहीं है. അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിലെ എല്ലാ വിശുദ്ധന്മാർക്കും ഈ അനുഭവത്തിലായിരിക്കാൻ കഴിയും. ऐसा है तो नए नियम के हर एक पवित्र जन को इस अनुभव में आ सकते हैं. അത് ദൈവത്തിന് കൃപ ലഭിച്ചവരാണല്ലോ. वो प्रभु का अनुग्रह प्राप्त किए हुए लोग हैं ना. നിങ്ങൾ ചിന്തിക്കുക, കർത്താവ് തന്നെ പറഞ്ഞ വാക്യങ്ങൾ. प्रभु ने खुद कहा हुआ बात है ये. നമ്മൾ യോഹന്നാൻ 15-ാം അധ്യായത്തിന്റെ 14-15 വാക്യം നമുക്കൊന്ന് വായിക്കാം. യോഹन्ना 15 का 14-15 में, जॉन गॉस्पेल चैप्टर 15 वर्स 14-15. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ തന്നെ. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായകൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. കർത്താവ് അവിടെ ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങളെന്റെ സ്നേഹിതന്മാരാണ്, കാരണം ഞാൻ ഒന്നും മറച്ചു വെക്കാതെ എല്ലാം നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. आमीन. प्रभु भी वहां पर कहता है, देखो मैंने तुमसे कुछ भी बातें वो पढ़ेंगे यूहन्ना का सुसमाचार 15 का 14-15 में. जो आज्ञा मैं तुम्हें देता हूँ, यदि उसे मानो तो मेरे मित्र हो. अब से मैं तुम्हें दास न कहूँगा, क्योंकि दास नहीं जानता कि उसका स्वामी क्या करता है, परंतु मैंने तुम्हें मित्र कहा है, क्योंकि तुमने जो बातें अपने पिता से सुनी वे सब तुम्हें बता दी. हाँ, क्योंकि मैं प्रभु कहता है कि मैं तुमको मित्र कहता हूँ. क्यों? क्योंकि जो भी बातें मैंने मेरे पिता से सुना वो सब मैंने बताया, तुमको बताया. यानी कुछ भी छुपाया नहीं. प्रभु का जो भी बातें वो सब हमको बताया. ये एक सच्चा मित्रता का स्वभाव है. ये ഞാൻ ഒരു വാക്യോടെ വായിപ്പിക്കോട്ടെ. इसी के आधार पर और एक वाक्य पढ़ाना चाहता हूँ. ലൂക്കോസ് 12:4. लूका 12 का 4. लूक चैप्टर 14 चैप्टर 12. ശിഷ്യന്മാരോട് പറയുകയാണ്, प्रभु चेले से कहता है, എന്നാൽ എന്റെ സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവനെ ഭയപ്പെടേണ്ട. 12 का 4 पढ़ेंगे चैप्टर 12 वर्स 4. लूका 12 का 4. हाँ, पढ़ो. मैं तुमसे जो मेरे मित्र हो कहता हूँ हाँ. कि जो शरीर को घात करते हैं परंतु उसके पीछे और कुछ नहीं कर सकते, उनसे मत डरो. हाँ, हे मेरे मित्रों करके बोल रहा है प्रभु. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, നമ്മളെ കർത്താവ് വിളിക്കുന്നത് സ്നേഹിതന്മാരെന്ന് തന്നെയാണ്. तो यहाँ पर एक बात जरा सोचो, प्रभु हमको क्या करके बुला रहा है? मित्र करके बुला रहा है. അങ്ങനെയാണെങ്കിൽ സ്നേഹിതനായിരിക്കണമെങ്കിൽ ആ സ്നേഹിതന്റെ പദവിയിൽ തക്കവണ്ണം ഉയരാൻ തക്കവണ്ണം നമ്മൾ കർത്താവിനെ അനുസരിക്കുന്നവരായിരിക്കണം. इसके लिए अगर ऐसा मित्र है करके बोल रहा है तो उस बुलावा वो मित्र पाया, बुलावट पाया होगा, उस ऊंचा पदवी के अवस्था में बना रहना चाहिए. നമ്മൾ ആ സ്നേഹത്തിൽ വളരണം പ്രിയമുള്ളവരെ. उसके लिए हमें उस प्रेम में हमें बढ़ना है. നമുക്ക് ഇന്ന് എത്രമാത്രം കർത്താവിനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ട്? आज हमें कितना अधिक प्रभु को प्रेम करने हो पा रहा है? നമ്മൾ ചിന്തിക്കണം, ദൈവം നമ്മുടെ സ്നേഹത്തെ അടക്കുന്നുണ്ട്. क्योंकि प्रभु हमारा प्रेम को तोलता है. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചല്ലോ, ആ ശിമോന്റെ സ്നേഹവും ആ പാപിനിയായ സ്ത്രീയുടെ സ്നേഹവും തമ്മിൽ ഇവൾ എന്നെ അധികം സ്നേഹിച്ചു എന്ന് കർത്താവ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. आप लोगों को गए दिनों में बोला हुआ बात है, जब प्रभु ने वो फरीसी शिमोन के घर पे जब जाते समय में वहां पर पापनी स्त्री आया तो शिमोन ने प्रभु को घर पे स्वीकारा हुआ, वो शिमोन का प्रेम था. और वो पापनी स्त्री जो प्रभु का पैर आकर धोया, वो प्रेम. इन दोनों में का प्रेम को प्रभु कैसा तुलना करके कहता है, ये पापनी स्त्री ने मुझसे ज्यादा प्रेम किया करके प्रभु कहता है. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് പറയട്ടെ, इसलिए मैं आज भी कहना चाहता हूँ, നമുക്ക് യഥാർത്ഥത്തിൽ കർത്താവിനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? क्या वास्तव में आज हमको प्रभु से प्रेम करने हो पा रहा है ഇന്ന് क्या? രാവിലെ നിങ്ങൾ എഴുന്നേറ്റിട്ട് ആത്മാർത്ഥതയോട് കൂടി ഒരു പ്രാവശ്യമെങ്കിലും ആത്മാവിന്റെ എക്സസൈസ് ചെയ്തോ? तो मैं आज सुबह उठते समय में क्या सच्चे मन से आपने सवेरे उठकर आत्मा का व्यायाम आपने एक्सरसाइज किया क्या? ആത്മാവിന്റെ എക്സസൈസ് നിങ്ങൾ മറന്നുപോയില്ലേ? आत्मा का व्यायाम आप भूल गए रहेंगे ना? നിങ്ങൾ പലപ്പോഴും നല്ല കാര്യം പലതും മറന്നുപോകും. आप लोग हमेशा अच्छा बातें भूल जाते हैं, ഈ ആത്മാവിന്റെ എക്സസൈസ് മറക്കരുത് പ്രിയമുള്ളവരെ. लेकिन ये आत्मा का व्यायाम नहीं भूलना प्रियो. നമുക്കറിയാം, ശരീരത്തിന്റെ എക്സസൈസ് ഉള്ളവർക്ക് നല്ല ഉറച്ച മസിൽ ഉണ്ടായിരിക്കും. आप जानते हैं ना, जो शरीर में कसरत और व्यायाम करते हैं उसका शरीर में अच्छा बॉडी और मसल रहता है, നല്ല മജബൂത്ത് ബോഡി. मतलब एकदम मजबूत बॉडी रहता है. ഇതുപോലെ തന്നെ उसी तरह മജബൂത്ത് സ്നേഹം ഉണ്ടാകണമെങ്കിൽ ഈ സ്നേഹത്തിന്റെ എക്സസൈസ് ചെയ്യണം. मजबूत प्रेम अगर रहना है तो उस प्रेम का व्यायाम आत्मा में हमें करना है. Praise the Lord. आमेन. നിങ്ങൾ ഓർക്കുന്നുണ്ടോ आप लोग याद है क्या? ആത്മാവിന്റെ എക്സസൈസ്? आत्मा का वो व्यायाम, കർത്താവായ യേശുവേ, हे मेरे प्रभु ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. मैं आपसे प्रेम करता हूँ. ആത്മാർത്ഥമായിട്ട് പറയണം. ये सच्चा मन से आपको बोलना है. Praise the Lord. आमेन. പ്രിയമുള്ളവരെ, ഇന്ന് പറഞ്ഞോണ്ട് മാത്രമായോ? ये सिर्फ ऐसी तोता बोलने वाला वैसा नहीं. നമ്മൾ 1 കൊരിന്ത്യർ 8:3
വായിക്കുന്നത് पहला कोरिन्थियों 8:3 में हम क्या पढ़ते हैं? ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. जो 8:3 में कहता है कि जो प्रभु को प्रेम करता है वो प्रभु से जाना हुआ व्यक्ति है. അല്ല, ദൈവം അവനെ അറിഞ്ഞിരിക്കുന്നു. अब प्रभु उसको जानता है. നമ്മൾ ശ്രദ്ധിക്കണം. हमें एक बात समझना है. നിങ്ങൾ വളരെ വളരെ ഗൗരവമായിട്ട് അതൊക്കെ എടുക്കണേ. हाँ, यदि हम कोई परमेश्वर से प्रेम रखते हैं तो वो परमेश्वर उसको जानता है. तो उसे परमेश्वर पहचानता है. അപ്പോൾ നമ്മളിപ്പോ സ്നേഹിക്കുന്നു പറയുമ്പോഴത്തേക്ക് സ്നേഹമില്ലാതെ സ്നേഹിക്കുന്നു പറഞ്ഞാൽ അപ്പൊ ദൈവം പറയുന്നത് അറിയോ? അവിടെ ഭക്ത എടാ നീ എന്തുമാത്രം പച്ച കള്ള പറയുന്ന പറയുന്നത്. तो अगर देखो मैं प्रभु से प्रेम नहीं करता और मैं बोल रहा हूँ प्रभु मैं आपसे प्रेम कर रहा हूँ बोला तो जरा देखो प्रभु ऐसा लोगों क्या बोलेगा? तू ये कपटी स्वभाव से बोल रहा है, कितना झूठ बोल रहा है. प्रेम रखकर तुझे प्रेम बोलना चाहिए था ना. കാരണം അത് ആ ദലീലയുടെ സഹോദരനും സഹോദരിക്കാ. दलीला तो वो सॉरी वो दलीला जो शिमशोन को तो धोखा दिया था वो ऐसा स्वभाव वाले उसके भाई बहन हो जाएंगे हम लोग. ഭയങ്കര നിന്നെ സ്നേഹിക്കുന്ന പറഞ്ഞേ. दलीला ने शिमशोन को आके क्या बोला? मैं आपसे बहुत प्रेम करती हूँ. നിന്റെ ശക്തിയുടെ രഹസ്യം നീ എന്നിട്ടും പറഞ്ഞു തരുന്നില്ല. और फिर भी आप मुझे आपका ताकत का राज आप मुझे नहीं बता रहे हो. ഞാൻ ഇത്രയും നിന്നെ സ്നേഹിക്കുന്നു. मैं आपसे इतना प्रेम करती हूँ ना. അവള് കള്ള സ്നേഹം അങ്ങോട്ട് അഭിനയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പാവം ശിംശോൻ പരവശനായി പോയി. तो देखो वो झूठा प्रेम एक कपटी स्वभाव से वो झूठा प्रेम वो शिमशोन के सामने उसने धोखा करके दिखाया और शिमशोन उसका प्रेम में बहक गया. ആ സ്നേഹം അങ്ങോട്ട് ഒറിജിനൽ ആണെന്ന് വിചാരിച്ച് പുള്ളി അങ്ങ് തുറന്നു പറഞ്ഞു. शिमशोन ने क्या सोचा दलीला जो भी बोल रही है सचमुच मुझसे प्रेम करती होगी बोलकर उसने अपने रहस्य का बात बता दिया. അതേപോലെ അവളുടെ ലക്ഷ്യം മുഴുവനും അവര് കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്ന പണത്തിലായിരുന്നു. लेकिन उसका मन किसमें था? जो फिलिस्तीन लोग जो भी उसको धन देगा वो उस धन में उसका मन था. എത്ര വഞ്ചനയായ സ്നേഹത്തിലാണ് താൻ വഞ്ചിക്കപ്പെട്ടത്. देखो कितना धोखादायक जाल में शिमशोन फंस गया. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നത് പറയുന്നത് കർത്താവിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ലഭിക്കുമെന്നോ അനുഗ്രഹം കിട്ടും ലോകത്തിലുള്ള അത് കിട്ടും ഇത് കിട്ടും ഇങ്ങനെയൊക്കെയുള്ള പ്രത്യാശയിലാണോ നമ്മൾ സ്നേഹിക്കുന്നത്? इसलिए हम नहीं जब प्रभु से प्रेम कर रहे करके बोलते समय में प्रेम कर रहे प्रभु को बोलकर हमें संसार से कुछ बात प्राप्त करने के लिए ये मोह का लक्ष्य से आप लोग प्रेम कर रहे हैं क्या? നമ്മൾ ചിന്തിക്കണം. इसलिए प्रिय एक बात समझना प्रियो നമ്മൾ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? हम किस रीति से प्रेम करते हैं? നമ്മൾ വാസ്തവത്തിൽ നമ്മളെ രക്ഷിച്ച രക്ഷകനെ നമുക്ക് എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? हम लोग वास्तव में हमें हमारा उद्धार करता है जिसने हमें बचाया है उनसे विषय में हमारा प्रेम कैसा है? നാം എങ്ങനെ സ്നേഹിക്കണമെന്ന് ദൈവം നമ്മളോട് കൽപ്പിച്ചോ ആ നിലയിൽ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? जिस रीति से प्रभु ने हमको आज्ञा दिया और प्रेम करने के लिए बोला है क्या उस रीति से हम प्रेम करने हो पा रहा है? ഇവിടെ ഈ സ്നേഹം എന്നുള്ളത് ഒരു സാധാരണ കാര്യമല്ല. സ്നേഹം രാജകീയ കൽപ്പനയായിട്ടാണ് യാക്കോബ് പറയുന്നത്. याकूब का पुस्तक में हम पढ़ते समय में प्रेम को कोई साधारण बात नहीं है बल्कि ये राजकीय व्यवस्था है करके याकूब का पुस्तक में हम पढ़ते हैं. जेम्स में യാക്കോബ് 2:8 വായിക്കാം. जेम्स 2:8 याकूब 2:8 में हम पढ़ते हैं എന്നാൽ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന് തിരുവെഴുത്തിനൊത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നു എങ്കിൽ നന്ന്. രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നുവെങ്കിൽ നന്ന്. ഇത് രാജകീയ ന്യായപ്രമാണമാണ്. 2:8 पढ़ेंगे याकूब. तू अपने पड़ोसी से अपने समान प्रेम रख, सचमुच उस राज व्यवस्था को पूरा करते हो जो अच्छी करते हैं. हाँ तो ये एक राज्य व्यवस्था है एक राज्य की आज्ञा है ये राज्य व्यवस्था है ये. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു രാജകീയ കൽപ്പന കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കൽപ്പന പ്രമാണിക്കുവാൻ നമ്മൾ എത്രമാത്രം ഉത്സാഹിക്കണം. इस तरह का राज्य व्यवस्था अगर हमको मिला है तो उस राज्य के अधिकार में हम जी रहे हैं. मतलब कितना अधिक जिम्मेदारी से हमें कार्यों को पूरा करना है. മാത്രമല്ല केवल उतना ही नहीं ഇത് ദൈവം നമുക്ക് തന്ന കൽപ്പനയാണ്. ये परमेश्वर ने दिया हुआ एक आज्ञा भी है. അപ്പോൾ രാജകീയമായ ദൈവം രാജാക്കന്മാരുടെ രാജാവാണ്. ദൈവം തന്ന കൽപ്പനയാണ്. तो ये राज्य व्यवस्था है बोलते समय में हमारा परमेश्वर राजाओं का राजा प्रभु राजाओं का राजा है. ये राजाओं का राजा ने हमको आज्ञा दिया है. ഒരു വാക്യം 1 യോഹന്നാൻ 2:3 വായിക്കാൻ ആഗ്രഹിക്കുന്നു. पहला യോഹന്നാൻ 3:21 में फर्स्ट जॉन चैप्टर 3:23 फर्स्ट 3:23 അവന്റെ കൽപ്പനയോ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുകയും വേണം എന്നുള്ളത് തന്നെ. पढ़ेंगे पहला യോഹന്നാൻ 3:23 फर्स्ट जॉन. जैसा उसने हमें आज्ञा दी है कि उसके अनुसार आपस में प्रेम रखें.
അപ്പോൾ ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ये प्रभु का और मिला हुआ आज्ञा है, ഇത് രാജകീയ ന്യായപ്രമാണമാണ്. ये एक राज्य व्यवस्था है, ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ये परमेश्वर का आज्ञा है. ഇതിലെല്ലാം വ്യക്തമായിട്ട് നമ്മളെ ഒന്ന് തിരിച്ചറിയാനുള്ള ഒരു അടയാളമാണ്. और ये सब बातें हमारा अवस्थे में हमारा पहचान, हमने इसमें कितना में है करके ये पहचानने का एक चिन्ह भी है. ഞാൻ രക്ഷിക്കപ്പെട്ടതാണെന്നുള്ളതിന്റെ ഒരു യഥാർത്ഥ തെളിവ് എന്താ പറയുക? मैं एक सच्ची में नया जन्म पाया हूँ करके इसका सबूत क्या है? സ്നേഹമാണ്. प्रेम है. നമ്മൾ ആ ഒരു വാക്യം ഞാൻ വായിപ്പിക്കാം. उसका एक वाक्य मैं पढ़ाना चाहता हूँ. 1 യോഹന്നാൻ 3:14. पहला യോഹന്നാൻ 3:14. 1 John 3:14. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരനെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. രക്ഷിക്കപ്പെട്ട ഒരുവന് മാത്രമേ ഈ നിലയിൽ സ്നേഹിക്കാൻ കഴിയൂ. पढ़ेंगे 3:14. हम जानते हैं कि हम मृत्यु से पार होकर जीवन में पहुंचे हैं, क्योंकि हम भाइयों से प्रेम रखते हैं. जो प्रेम नहीं रखता वो मृत्यु की दशा में देखो जो प्रेम रखने वाला कौन लोग ही है, जो सच्ची में नया जन्म पाया हुआ लोग ही इस तरीके का प्रेम रख सकता है. അപ്പോൾ നമുക്ക് അങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, अगर ये प्रेम हमने नहीं करने हो रहा है तो, നമ്മൾ സഹോദരവർഗത്തെ ബാധിക്കുന്നവരാണെങ്കിൽ, अगर हम लोग भाइयों को अगर हम लोग नफरत कर रहे हैं तो നമ്മൾ ചിന്തിക്കണം, അവർ ഇന്നുവരെ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടിട്ടില്ല. मतलब अभी तक नया जन्म का अनुभव में आया नहीं है. ഇതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ദൈവം ये सब हमको सही रीति से समझना है. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടോ എന്നുള്ളൊരു തെളിവ് നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള അർത്ഥത്തിലാണ്. तो मैं नया जन्म पाया हूँ कि नहीं, ये अगर मुझे समझना है तो मैं प्रेम करने के आधार पर उसे देखता है. ഇത് മാത്രമല്ല, केवल उतना ही नहीं, ഞാൻ യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്ന് ജനിച്ചിട്ടുണ്ടോ എന്നറിയുന്നതിന്റെ തെളിവും ഈ സ്നേഹമാണ്. मैं अगर सचमुच प्रभु की ओर से जन्मा हूँ कि नहीं, ये बात को जानने के लिए भी सबूत है, प्रेम में है. നമുക്ക് അതേ 1 യോഹന്നാൻ 4:7 വാക്യം വായിക്കാം. पहला യോഹന്നാൻ 4:7 में 1 John 4:7. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചതിന്റെ പ്രത്യക്ഷമായ തെളിവ് സ്നേഹമാണ്. मैं पढ़ेंगे पहला യോഹന്നാൻ 4:7. हे प्रियो, हम आपस में प्रेम रखें, क्योंकि प्रेम परमेश्वर से है. हाँ. जो भी प्रेम करता है वो परमेश्वर से जन्मा है हाँ. और परमेश्वर को जानता है. देखो, जो कोई प्रेम करता है वो परमेश्वर से जन्मा है, परमेश्वर उसको जानता है, क्योंकि परमेश्वर प्रेम है. तो मैं प्रेम कर रहा हूं करके इसका सबूत, मैं जन्मा होने का सबूत का कारण कैसे मालूम पड़ता है? प्रेम करने के आधार पर है. Praise the Lord. Amen. നമുക്ക് യഥാർത്ഥ കർത്താവിന്റെ സ്നേഹിതനായി നമുക്ക് കർത്താവിന്റെ ആ സ്നേഹത്തിൽ വസിച്ചുകൊണ്ട് നമുക്ക് സ്നേഹത്തിന്റെ സാക്ഷിയായി ജീവിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കണം. इसके लिए हमें सच्ची में उस प्रेम में बना रहकर उस सच्चा प्रेम को बांटने के लिए, एक सच्चा प्रेम का गवाह बनने के लिए प्रभु हम सबको सहायता करें. ഇനിയും എനിക്ക് നിങ്ങളോട് ഇതിനെക്കുറിച്ച് പറയാൻ ഒരുപാട് കാര്യമുണ്ട്. अभी भी ये सब विषय में बोलने के लिए मेरे पास बहुत है. ഞാൻ വിചാരിക്കുന്നത് ഈ സ്നേഹത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരുവോ? मैं ऐसा सोचता हूँ कि इस प्रेम के बारे में बोलेगा तो कभी खत्म होगा क्या? ഞാൻ इന്നലെ ഓർപ്പിച്ചല്ലോ, कल भी मैंने याद दिलाया, ഈ ആകാശം മുഴുവനും പേപ്പർ ആയിരുന്നാലും, अगर ये आकाश पूरा एक कागज रहा तो, ഈ സമുദ്രത്തിലെ വെള്ളം മുഴുവനും മഷിയായിരുന്നാലും, अगर ये समुद्र का सारा पानी वो इंक है तो, ഈ ലോകത്തിൽ കാണുന്ന വനത്തിലെ മാത്രമല്ല എവിടെയെല്ലാം കാണുന്ന ആ വൃക്ഷങ്ങളെല്ലാം ഓരോ പേനയായിരുന്നു. अगर ये दुनिया का जितना भी वृक्ष है, जितना भी पेड़ है, अगर वो पेन बन जाए तो, ഇതുകൊണ്ടെല്ലാം ഉപയോഗിച്ചാലും ദൈവസ്നേഹത്തിന്റെ ഒരു ചെറിയ അംശം പോലും നമുക്ക് എഴുതി തീർക്കാൻ കഴിയും. ये सब बातों का अगर हम इस्तेमाल करके आकाश के विधानों में प्रभु के प्रेम के बारे में अगर पूरा आकाश मंडल भी अगर लिख दिया तो भी प्रभु का प्रेम का एक भाग को भी अभी तक हमने छुआ नहीं रहेगा. അത്ര വലുതാ പ്രിയമുള്ളവരെ. इतना बड़ा है ये प्रेम. ആ സ്നേഹമാണ് നമ്മളിൽ വസിക്കുന്നത്. उस प्रेम है जो हमारे अंदर निवास कर ആ रहा है, സ്നേഹമാണ് നമ്മളിലൂടെ പ്രവഹിക്കേണ്ടത്. और वो प्रेम है जो हमारे अंदर बहकर कार्य करना चाहिए. അതിന് നമുക്കൊരു തടസ്സമായി നിൽക്കാതിരിക്കാം. उसके लिए हम लोग को एक रुकावट ना बने. നമ്മളെ അതിനെ ഏൽപ്പിച്ചു കൊടുക്കാം. हम लोग उसके लिए समर्पण करें. നമ്മളെ ഒന്ന് തകർക്കാം. हम अपने आप को तोड़े. നമ്മളൊന്ന് ഉടയട്ടെ. हम लोग टूट जाने दो. നമ്മൾ ഉടഞ്ഞാലേ നമ്മളിലുള്ള ഈ സുഗന്ധം മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ പറ്റും. Amen. अगर हम टूट जाएगा तो ही हमारे अंदर का वो सुगंधित इतर बाहर आएगा. ഇത് വലിയൊരു കാര്യം തന്നെയാണ്. ये एक बहुत बड़ी बात है. കർത്താവിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ ഉണ്ട്. मसीह का प्रेम हमारे अंदर है, എന്നാൽ അത് പുറത്തേക്ക് പലപ്പോഴും ഒഴുകുന്നില്ല. लेकिन वो बाहर की ओर बहता नहीं, കാരണം ഒന്നും ഉടയുന്നില്ല. क्योंकि हम टूट नहीं रहे. ദൈവം ഒന്ന് ഉടയ്ക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ നമ്മൾ ഉടയാൻ ആഗ്രഹിക്കുന്നില്ല. प्रभु तोड़ने के लिए आग्रह रखता है, लेकिन हम टूटने के लिए आग्रह नहीं रखते. നമ്മള് ദൈവം ഉടയ്ക്കാൻ തുടങ്ങുമ്പോഴേ പറയുന്നത് സോറി കർത്താവേ, എന്നെ അങ്ങനെ ചെയ്യരുത്, എനിക്ക് അയ്യോ പറ്റിയല്ല, എനിക്ക് കഴിവില്ല, മറ്റേതാ മറിച്ചത് നമ്മളുടെ എക്സ്ക്യൂസ് പറഞ്ഞു ഒഴിയുക. हम लोग क्या करते हैं? प्रभु हमको तोड़ने के लिए आते समय में प्रभु को क्या बोलते हैं? प्रभु नहीं होगा, मुझसे नहीं होगा, मुझे माफ करो, मुझसे ये नहीं होगा, क्योंकि मैं मुझ में कोई काबिलता नहीं, गुण नहीं, मैं गूंगा हूँ, मुझे बोलने नहीं होता, ये नहीं होता, वो नहीं होता करके बहाना ही बोलने शुरू करते हैं. Praise the Lord. Amen. കർത്താവിന്റെ സ്നേഹം
നമ്മളിൽ നിന്ന് ഒഴുകട്ടെ പ്രിയമുള്ളവരെ. लेकिन प्रभु का प्रेम हम में से बहने दो। ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് നമുക്ക് ജീവിക്കാം. एक सच्चा मसीह होकर हम जिए। നമ്മളെ കാണുന്നവർക്ക് ആ കർത്താവിനെ കാണാൻ ഇടയാവട്ടെ. हमें देखते समय में मसीह को देख रहा है, प्रभु को देख रहा है करके ऐसा अवस्था में हम पहुंचे। ഇതിന്റെ ഇനിയും ചില ആഴമായ ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ കാണിച്ചു തരാം. आने वाले दिनों में प्रभु ने इच्छा रखा तो इसका और गहराई की बातें मैं विषय बांटूंगा। വളരെ പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ അത് കേൾക്കുക. आप लोग बहुत प्रार्थना पूर्वक आओ। സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല പ്രിയമുള്ളവരെ. प्रेम नहीं तो कुछ भी नहीं। എല്ലാത്തിന്റെയും നമുക്ക് അതിന്റെ പ്രത്യക്ഷമായിട്ട് കാണാൻ കഴിയുന്നത് ദൈവ സ്നേഹമാണ്. तो सब बातों का प्रकटीकरण, परमेश्वर का सब बातों का प्रकटीकरण प्रेम में है। നമ്മുടെ ദൈവം സ്നേഹമാണ്. क्योंकि हमारा परमेश्वर प्रेम है। ആ സ്നേഹത്തിന്റെ മക്കളാണ് നമ്മൾ. उस प्रेम के बच्चे हैं हम। ആ മക്കളിലൂടെയാണ് ഇന്ന് മറ്റുള്ളവര് കർത്താവിനെ അറിയേണ്ടത്. और इस बच्चों के द्वारा, हमारे द्वारा संसार के लोग परमेश्वर का प्रेम को जानना चाहिए। അതിന് കർത്താവ് സഹായിക്കട്ടെ. उसके लिए प्रभु हम सबको सहायता करे। നിങ്ങളുടെ ദീർഘക്ഷമയ്ക്കായി സ്തോത്രം. आपका धीरज के लिए मैं प्रभु को धन्यवाद देता हूँ। വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ നമുക്ക് എല്ലാവർക്കും ഒരുങ്ങിയിരിക്കാം. जल्दी से जल्दी आने वाला प्रभु यीशु मसीह को आमने सामने मिलने के लिए हम लोग सब तैयार रहे। കർത്താവിന്റെ കൃപ എല്ലാവരും കൂടെ. प्रभु का अनुग्रह हम सब में बने रहे। ഈ സമയം അത്തുൽ ബ്രദർ നമ്മളെ പ്രാർത്ഥനയിൽ സഹായിക്കും. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥന. और भाई अतुल ब्रदर हमें प्रार्थना में याद रखे, प्रार्थना करेंगे। बाकी सब लोग प्रार्थना में बने रहे।